വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സങ്കീർത്തനം 32. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആരാധന യേശുവിനെ. പറഞ്ഞാട്ടെ, ആരാധന ആർക്കാ? ഒരിക്കൽ കൂടെ. അയ്യോ, യേശുവിനെ മാത്രമല്ല, ആരാധന യേശുവിനെ. പറഞ്ഞേ ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. ബ്യൂട്ടിഫുൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3000 പേർ ഒരുമിച്ച് നിന്ന് കൊയറിൽ നിന്ന് ആരാധിക്കുന്നത് ക്രൈസ്റ്റ് സെൻറ്ററിനുണ്ടാകണം. കൊയർ മെമ്പർ മാത്രം 3000. സംഭവിക്കും, സംഭവിക്കും. നിങ്ങളിലൂടെ നടക്കത്തുള്ളത്, വേറെ ആരിലൂടെ നടക്കത്തില്ല. നിങ്ങളിലൂടെ നടക്കത്തുള്ളൂ. ഇതൊരു രക്തസാക്ഷി പടയാ. ജീവനുള്ളവനെ ദൈവം ഉപയോഗിക്കത്തില്ല. ജീവനുള്ളവനെ ദൈവത്തിന് വേണ്ട. ചത്തവനെയാണ് ദൈവം തേടുന്നത്. കർത്താവിൽ ചത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നാരേലും പറയുന്നെങ്കിൽ, ഓ ഗ്ലോറി, ഇനി ജീവിക്കുന്നത് ഞാനല്ല. കേട്ടോ മക്കളെ, ഞാൻ പറഞ്ഞ കേട്ടോ, ഇനി ജീവിക്കുന്നത് ഞാനല്ല ആരേലും പറയുന്നെങ്കിൽ അവരിലാണ് പുനരുത്ഥാനവും ജീവനും വ്യാപരിച്ച് ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇറങ്ങി വരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും കർത്താവിന് ഏതാണ്ട് ഈ ജനത്തിൽ പകരാനുണ്ട്. ഇന്ന് പകലും കർത്താവിന് നിങ്ങളെ നിറയ്ക്കുവാനുണ്ട്. പോരാ 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 പോരാ, ഒരു പ്രതീക്ഷയില്ല. കമാൻ, ഒരു പ്രതീക്ഷയല്ലോ. കർത്താവിന് ഏതാണ്ട് നിങ്ങളിൽ പകരാനുണ്ടെന്ന്. ആർ യു എക്സൈറ്റഡ്? നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു? നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു? പിന്നിലായിരിക്കുന്നവർ ഹലോ, അവസാനം വന്നവർ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നെങ്കിൽ കരങ്ങളെ ഉയർത്തി അല്പനേരം ദൈവത്തോട് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. അതേ കർത്താവേ, അതേ കർത്താവേ, ഒരുങ്ങിയിരിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് പകൽ ദൈവകൃപയാൽ ഏതാണ്ട് പ്രാപിച്ച് പോകാവൂ. നിങ്ങൾ 5 പഠിക്കുന്നു, 12 പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു, ഐ ഡോണ്ട് നോ. ഇന്ന് മുതൽ മറ്റൊരു മണ്ഡലത്തിലേക്ക് ദൈവസഭ ദൈവകൃപയാൽ കയറുവാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെ നിന്ന് കുമളിക്ക് പോകുമ്പോൾ, കുമളി കഴിയുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് വാളയാർ കഴിയുമ്പോൾ പണ്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇപ്പോഴും കാണും. ഇവിടെ നിന്ന് അമരവിള പോകുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട്. സ്തോത്രം. ഇതുപോലെ സാത്താൻ പല ചെക്ക് പോസ്റ്റുകളെ വെച്ച് പല മേഖലകളിൽ പലരെ തടയുകയാണ്. പക്ഷെ ഒരു ചെക്ക് പോസ്റ്റ് അങ്ങ് മാറിയാൽ പിന്നെ കുറേ ദൂരം ചെക്ക് പോസ്റ്റ് ഇല്ല. പിന്നെ അടുത്ത ആ സംസ്ഥാനം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ചെക്ക് പോസ്റ്റ് വരത്തുള്ളൂ. എന്നതുപോലെ കുറേ മാസങ്ങളും വർഷങ്ങളൊക്കെ ആയി സാത്താനിങ്ങനെ ചെക്ക് പോയിന്റിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് പോലെ ഇട്ടിരിക്കുന്നതെല്ലാം ഇന്ന് പകൽ ദൂതന്മാർ ഇറങ്ങി വന്ന് ആ ചെക്ക് പോസ്റ്റിനെ എടുത്തു മാറ്റി മുന്നോട്ട് പോകുവാൻ വേണ്ടി വേദികളും മേഖലകളും ഒരുക്കുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. Come on, let us read the word of God. ശബ്ദം ഉയർത്തി വായിച്ചാണ് 32-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ. Psalms 32 verses 8 and 9. 32-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടതിനുള്ള വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. 9 വാക്യം. നിങ്ങൾ പുഷ്ടി ഇല്ലാത്ത കുതിരയും കോവർ കഴുതിയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണം മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. ഒരിക്കൽ കൂടെ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിര, കോവർ കഴുതിയും പോലെ ആകരുത്. ബുദ്ധിയില്ലാത്ത കുതിര, ബുദ്ധിയില്ലാത്ത കുതിര, ബുദ്ധിയില്ലാത്ത കുതിര. വെളിപ്പാട് 6, വെളിപ്പാട് 6 1 മുതൽ 8 വരെ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെ. ബുദ്ധിയില്ലാത്ത കുതിര. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെ. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. യെസ്, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ശബ്ദം ഉയർത്തി. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവൻ ഒരു കിരീടം ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ
അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്ത് കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് ഒരു തുലാസ കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഡങ്കഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഡങ്കഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4 മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നു കളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഹൗ ടു ഫേസ് ടുമാറോ, നിന്റെ നാളെയെ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും? ആ സീരീസിൽ 3-ാമത്തെ ദൂത് ദൈവകൃപയാൽ നാം കേൾക്കുന്നു. യുവർ എ വാർ ഹോഴ്സ്. നീ ഒരു യുദ്ധക്കുതിര. നാളെ എന്തു വന്നാലും ചാടിക്കടക്കേണ്ടവയെ ചാടിക്കടക്കുവാൻ, ഓടി മറയേണ്ടവയിൽ നിന്ന് ഓടി മറയുവാൻ ദൈവത്തിൻ്റെ കരം നിന്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി നീ ചുമക്കുന്നു. ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നിന്റെ മേലുണ്ട്. ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ കാണേണ്ട ചിത്രം മഹാരാജാവിനെ ചുമക്കുന്ന ഒരു കുതിരയാണ് നീ. മഹാരാജാവിനെ ചുമക്കുന്ന കുതിര അങ്ങ് റോമിൽ സ്തോത്രം പോപ്പിൻ്റെ കട്ടിലിൻ്റെ കീഴിലല്ല. മഹാരാജാവിനെ ചുമക്കുന്ന കുതിര വാഷിംഗ്ടൺ DC-യിലല്ല. സ്തോത്രം അത് ജോഹന്നാസ്ബർഗിലോ ദുബായിലോ ഡർബനിലോ അല്ല. മഹാരാജാവിനെ ചുമക്കുന്ന കുതിര നീയാണ്. നീ ബുദ്ധിയില്ലാത്ത കഴുതയല്ല. നിന്നെ കഴുതയെന്നാരാണ്ട് വിളിക്കുന്നു. നിന്നെ കഴുതയെന്ന് വിളിച്ചവരുടെ നടുവിൽ നോ 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 നോ, നീ കഴുതയല്ല, നീ കുതിരയെന്ന് തമ്പുരാനെ തെളിയിപ്പാൻ നേരമായി. ഓ കമാ, നീ കഴുതയ എന്ന് അത് പറഞ്ഞവരുടെ നടുവിൽ നീ കുതിരയെന്ന് തെളിയിപ്പാൻ നേരമായി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Come on, somebody pray in the Holy Spirit. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാടെ. Father, in the mighty name of Jesus, one more time we gather together before your throne of grace, of Jesus. അങ്ങയുടെ കൃപയുടെ സിംഹാസനത്തിന്റെ അരികിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം, അങ്ങയുടെ വലിയ തേജസ്, അങ്ങയുടെ വലിയ നിയോഗം, അങ്ങയുടെ വലിയ വചനം, അങ്ങയുടെ വലിയ അഭിഷേകം, അങ്ങയുടെ വലിയ ഇൻസ്പിറേഷൻ, അങ്ങയുടെ വലിയ സ്തോത്രം കൃപ ഞങ്ങളുടെ മധ്യത്തിൽ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. കൃപയ്ക്കായി സ്തോത്രം. ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനശാലയാക്കി ഈ പന്തലിനെ കർത്താവ് തീർത്താട്ടെ. Thank you for the hundreds of people, those who are joining with us by logging and watching online, oh Father, in the name of Jesus. There is no distance in prayer. There is no distance in spirituality and spiritual realm, oh God. Wherever they are, stretch your mighty hand of anointing and touch and break every yokes and chains and buckles, oh God. Hallelujah. Oh Father, in Jesus' name, wave every rags of the devil and show that you are the master over every circumstances and situation. അങ്ങയുടെ വലിയ സാന്നിധ്യവും വിടുതലും ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വർഗ്ഗ കവാടങ്ങൾ കർത്താവ് ഒരിക്കൽ കൂടെ തുറന്നു കഴിഞ്ഞ കൃപയ്ക്കായി നന്ദി. എല്ലാ മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങളോ കുറയണം. അങ്ങ് ഞങ്ങളിൽ വളരണം. ഈ പകലും ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കണം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ദയവായി ദൈവസന്നിധിയിലിരുന്നാട്ടെ. തിരുവചനത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ സ്തോത്രം ഉപമകളിലൂടെ ദൈവം സംസാരിക്കുന്നത് കാണുവാൻ തക്കോണം കഴിയും. പല കാര്യങ്ങളിൽ കർത്താവ് ഉപമകളിലൂടെ സംസാരിക്കുകയുണ്ടായി. സങ്കീർത്തനം 78:2 ഉപമകളിലൂടെ സംസാരിക്കുന്ന കർത്താവ് ഉപമകളിലൂടെ സംസാരിക്കും. പ്രൊഫറ്റിക്കലി പ്രവാചകന്മാരോട് ദൈവം സംസാരിക്കുമ്പോൾ ദൈവം മിക്കവാറും ഉപമകളിലൂടെ സംസാരിക്കുകയാണ്. ഓഫ്കോഴ്സ് പ്രവാചകനാണ് നിങ്ങളെങ്കിൽ സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിക്കും, ദർശനങ്ങളിലൂടെ ദൈവം സംസാരിക്കും, നേരിട്ട് സംസാരിക്കും. കോമൺലി എല്ലാ ദൈവമക്കളോട് ദൈവം വചനത്തിലൂടെ സംസാരിക്കും, പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിക്കും. അതേപോലെ തന്നെ ഉപമകളിലൂടെയും കർത്താവ് സംസാരിക്കും. ഉപമകളിലൂടെ സംസാരിക്കും. ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ഒരു കാര്യം കാണിച്ച് ഉപമകളിലൂടെ ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. ഒരു കുടുംബം നിങ്ങളുടെ മുൻപിൽ പ്രാർത്ഥിപ്പാൻ വന്നെന്ന് വിചാരിക്കുക. ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മ കണ്ണ് തുറന്നിട്ട് ഒരു ഉടഞ്ഞ പാത്രവും അതിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് നിങ്ങൾ കാണുന്നെങ്കിൽ യെസ്, ഈ നിൽക്കുന്ന വ്യക്തികൾ ഉടഞ്ഞവരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ തക്കണം കഴിയും. അതൊരു സാധാ പ്രാർത്ഥനയല്ല, ബുദ്ധിയുടെ പ്രാർത്ഥനയല്ല, പകരം ഒരു ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ്.
ആത്മാവിൻ്റെ പ്രാർത്ഥന ആത്മമണ്ഡലത്തെ ചലിപ്പിക്കുന്നതാണ്. ആത്മാവിൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കുന്നതാണ്. സ്തോത്രം. ഉപമകളിലൂടെ സംസാരിക്കുന്നവനാണ് കർത്താവ്. യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ കർത്താവായ യേശുവിനെ ചില മൃഗങ്ങളോട് ഉപമിച്ച് തിരുവചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മൃഗങ്ങളോട് ഉപമിച്ച് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, യോഹന്നാൻ 1:28-36, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യേശുവിനെ ഉപമിച്ച് സംസാരിച്ചു. വെളിപ്പാട് 5:5 മറ്റൊരു ഉപമാനം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. വെളിപ്പാട് 5:5 യഹൂദ ഗോത്രത്തിലെ സിംഹം, അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അതേസമയത്ത് കർത്താവ് യേശു യഹൂദ ഗോത്രത്തിലെ സിംഹവുമാണ്. കേട്ടുപരാമേൻ പറഞ്ഞാട്ട്. സ്തോത്രം. അതെ, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപമകളുണ്ട്. യേശുവും പുരുഷാരത്തോട് ഉപമകളിലൂടെ സംസാരിച്ചു. പിതാവായി ദൈവം പ്രവാചകന്മാരിലൂടെ ഉപമകളിലൂടെ സംസാരിച്ചു. സഭയ്ക്കും ഉണ്ട് ഉപമകൾ, സഭയ്ക്കും ഉണ്ട് ഉപമകൾ. സ്തോത്രം. ഉത്തമഗീതം 4:12 വായിക്കുമ്പോൾ സഭ തുറന്നു കിടക്കുന്ന ഒരു വയലല്ല, പ്രത്യുത സഭ കെട്ടി അടയ്ക്കപ്പെട്ട ഒരു തോട്ടമെന്ന് ഉപമകളിലൂടെ സംസാരിക്കുകയാണ്. ഇറ്റ്സ് എ ക്ലോസ് ഗാർഡൻ. സ്തോത്രം. കെട്ടി അടയ്ക്കപ്പെട്ട തോട്ടമെന്ന് ഉപമകളിലൂടെ കർത്താവ് സംസാരിക്കുന്നു. സോ ഇന്ന് പകൽക്കാലം നാം കേൾക്കുന്നത് സ്തോത്രം അതെ ഒരു ഉപമയാണ് ദൈവത്തിൻ്റെ സഭ. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിര അല്ല, പകരം നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ സ്തോത്രം ബുദ്ധിയില്ലാത്ത ഒരു കുതിരയല്ല. കുതിരകളെ കുറിച്ച് അല്പമായി ഞാനിങ്ങനെ വായിച്ചു പോയപ്പോൾ ഞാൻ കണ്ടത് 3 തരത്തിലുള്ള കുതിരകളാണ്. 3 തരത്തിലുള്ള കുതിരകൾ. സ്തോത്രം. നമ്പർ 1 ഷോ ഹോഴ്സ്. സ്തോത്രം. അതെ, മറ്റുള്ള മുമ്പിൽ പ്രദർശിപ്പിക്കാൻ മാത്രമേ ആ കുതിരയെ കൊണ്ട് കൊള്ളത്തുള്ളൂ. സ്തോത്രം. തിന്ന് കൊഴുത്തിരിക്കുന്നതായ കുതിരകൾ, അതിനെ വേറെ ഒന്നിനും കൊള്ളത്തില്ല. കമോൺ, ആരാണ്ടൊക്കെ ചിരിച്ചു തുടങ്ങിയല്ലോ. സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൂതയേറ്റെന്ന്. സ്തോത്രം. അതെ, അതിനെ കൊണ്ട് 5 പൈസയ്ക്ക് പ്രയോജനമല്ല മക്കളെ. അതിങ്ങനെ തിന്ന് അതിന് തിന്നാനും ഉറങ്ങാനും മാത്രമേ അറിയത്തുള്ളൂ. എന്തിനാ അറിയാന്ന് പറഞ്ഞ്? തിന്നാനും ഉറങ്ങാനും മാത്രമേ അറിയത്തുള്ളൂ. അത് എക്സസൈസ് ഒന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം യെരുശലേം, യഹൂദിയ, ശമരിയ ഭൂമിയുടെ അറ്റത്തോളം എന്നുള്ള പോലെ അത് സൈഡിലേക്ക് ഇങ്ങനെ വളരുന്ന സ്തോത്രം. അതെ, ഇങ്ങനെ കൊഴുത്തിരിക്കുന്നു. തൊട്ടാൽ തന്നെ അത് രക്തം പുറത്തേക്ക് വരുമെന്നുള്ള ക്രമത്തിൽ ആയിരിക്കുന്ന ഷോ ഹോഴ്സ്. പകൽക്കാലം മാതാപിതാക്കൾക്ക് 5 പൈസ പ്രയോജനമില്ലാതെ, കുടുംബത്തിന് 5 പൈസയ്ക്ക് പ്രയോജനമില്ലാതെ, ദൈവസഭയ്ക്കും പ്രയോജനമില്ലാതെ ഷോ ഹോഴ്സ് ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ബൈബിളിലുള്ള ഒരു വാക്യം ഞാൻ പ്രത്യേകിച്ച് വിളിച്ചു പറയട്ടെ. 2 തെസ്സലോനിക്കർ 3:10 കാണാതെ പഠിക്കുക. 2 തെസ്സലോനിക്കർ 3:10 അധ്വാനിക്കാത്തവൻ തിന്നരുത്. ഒരാൾ മാത്രം സ്തോത്രം പറഞ്ഞു. ഉല്ലാസപുരത്ത് ഞാൻ മുട്ടായി മേടിച്ചു തരാം. സ്തോത്രം. അതെ, അധ്വാനിക്കാത്തവൻ തിന്നരുത്. ഷോ ഹോഴ്സ്. സ്തോത്രം. അധ്വാനിക്കാത്തവൻ തിന്നരുത്. ഷോ ഹോഴ്സ്. മറ്റുള്ള മുമ്പിൽ ഞങ്ങൾക്ക് കുതിരയുണ്ട്. പഴയ കാലത്തെ പ്രഭുക്കന്മാർ, രാജാക്കന്മാർ തങ്ങളുടെ സമ്പത്തിനെ കാണിക്കുവാൻ, തങ്ങളുടെ സമൃദ്ധിയെ കാണിക്കുവാൻ ഷോ ഹോഴ്സ്. സ്തോത്രം. തങ്ങളുടെ അരമനകൾ കുതിരലായത്തിൽ പല കുതിരകൾ ഇങ്ങനെ വളർത്തിയിരുന്നു. പക്ഷേ നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത കുതിരയാകല്. പകരം നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് മക്കളെ. നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ നാട്ടുകാർ വെറുതെ കണ്ടു പോകേണ്ടതല്ല. പകരം നിന്നെക്കുറിച്ചൊരു പദ്ധതി. നിന്റെ ജീവിതം വേസ്റ്റ് അല്ല. ഞാൻ വീണ്ടും പറയും, നിന്റെ 1 വർഷം പോലും വേസ്റ്റ് അല്ല. നിന്റെ 1 ദിവസം പോലും വേസ്റ്റ് അല്ല. നീ ഒരു ബെനിഫിറ്റ് ആണ്. നീ പ്രയോജനമില്ലാത്ത പാത്രമല്ല, നീ ഒരു പ്രയോജനമുള്ള പാത്രമാണ്. അതുകൊണ്ട് സ്തോത്രം, നിനക്ക് ഒരു ഷോ ഹോഴ്സ് ആയിരിക്കാൻ കഴിയത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയെ ചുമക്കുന്നെന്ന് പറഞ്ഞാടെ. അടുത്തിരിക്കുന്നൊരു തൊട്ട് പറ, ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് ഞാൻ. പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്. രണ്ടാമത്തെ സ്തോത്രം. അതേ, കുതിരകളത്തെ ഗാലപ്പ് ഹോഴ്സ്, അതായത് മത്സരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ ഗാലപ്പ് ഹോഴ്സ്. ആ ഹോഴ്സസിൻ്റെ പ്രത്യേകത, സ്തോത്രം, ആ കുതിരകളുടെ പ്രത്യേകത, ചില ഫാൻസിങ് ഉണ്ടായിരിക്കും. അതിനെയൊക്കെ ചാടിക്കടക്കുന്നു. അല്ലെങ്കിൽ സ്തോത്രം ഹോഴ്സ് റൈസിന് വേണ്ടി അത് ഉപയോഗിക്കും. ആ സ്തോത്രം മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ സ്തോത്രം അതേ ട്രോഫീസൊക്കെ അതിനെ കിട്ടും. വലിയ വലിയ ട്രോഫീസൊക്കെ അത് കിട്ടും. സോ ഗാലപ്പ് ഹോഴ്സ് അതിൻ്റെ ലക്ഷ്യം ആ മത്സരമാണ്. അതിൻ്റെ ലക്ഷ്യം സ്തോത്രം അതേ അച്ചീവ്മെൻ്റ് ആണ്. ഞാൻ നിങ്ങൾ നോക്കി ഇങ്ങനെ ഇപ്രകാരം പഠിപ്പിക്കട്ടെ. സ്തോത്രം. അതെ, നിന്റെ ലക്ഷ്യം ഭൗതികം ആകല്ല. നിന്റെ വിദ്യാഭ്യാസം വേണ്ട, ജോലി വേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പകരം നിന്റെ ലക്ഷ്യം സ്തോത്രം ഭൗതികമാകല്ലേ. കാരണം കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. സ്തോത്രം. അതെ, നിങ്ങൾ ഭൂമിയിൽ ഉള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ. സ്തോത്രം. ഈ ലോകത്തിൽ നീ ദൈവ പൈതലായിരിക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സ് സെറ്റ് യുവർ മൈൻഡ് നോട്ട് ദ തിങ്സ് ഓൺ ദ ബിനീത്ത് ബട്ട് ദ
things in above. സ്തോത്രം ഭൂമിയിലേക്കല്ല, പകരം സ്വർഗത്തിൽ തന്നെ നിന്റെ മനസ്സ് ആയിരിക്കട്ടെ. ആ മനസ്സാണ് സ്വർഗത്തിന്റെ മനസ്സ്. അതിൻ്റെ പേരത്രേ ക്രിസ്തുവിൻ്റെ മനസ്സ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ മനസ്സ്. അതുകൊണ്ട് ഈ ലോകത്തിലെ നേട്ടത്തിന് പിന്നാലെ അല്ല നീ ഓടേണ്ടത്. നിന്റെ ലക്ഷ്യം സ്തോത്രം അത് BMW, മെർസിഡസ് ബെൻസോ ആകല്ല. അവർ ആ കാർ വാങ്ങി, ആ കാറിന് 4 വീലുണ്ട്, എനിക്കങ്ങനെ പറ്റത്തില്ല. സ്തോത്രം, എനിക്ക് 5 വീലുള്ളതായ കാർ വേണം. അവന് 4 വീലുള്ളതായ കാർ ഞാൻ കണ്ടു. സ്തോത്രം, എനിക്ക് 5 വീലുള്ള കാർ വേണം. എൻ്റെ 5ാമത്തെ വീല് ഞാൻ ഡിക്കിയിൽ വെച്ചായാലും ഞാൻ ഓടിക്കുമെന്ന് പറഞ്ഞ് സ്തോത്രം ആരെങ്കിലും ഓടിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ലക്ഷ്യം സ്തോത്രം അതെ കാറോ വീടോ ന്യൂസിലാൻഡോ ഓസ്ട്രേലിയയോ സൗത്ത് ആഫ്രിക്കയോ അമേരിക്കയോ അല്ല. നിന്റെ ലക്ഷ്യം കർത്താവ് യേശു ആയിരിക്കട്ടെ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. കാരണം മത്തായി 6:33 പറയുന്നു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ എഴുതിയിരിക്കുന്നത് ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് സകലതും ദൈവം നിനക്ക് നൽകിത്തരും. നിന്റെ ലക്ഷ്യം യേശു ആയിരിക്കട്ടെ. അടുത്തിരിക്കുന്ന ഹൈ ഫൈവ് കൊടുത്ത് പറഞ്ഞാട്ടെ, എൻ്റെ ലക്ഷ്യം യേശുവാണ്, എൻ്റെ ലക്ഷ്യം യേശുവാണ്. സ്തോത്രം. യെസ്, ഗാലപ്പ് ഹോഴ്സിന്റെ പ്രത്യേകത മത്സര കുതിരകൾ മത്സരിച്ച് ഓടും, മത്സരിച്ച് സമ്പാദിക്കുന്നവരുണ്ട്, മത്സരിച്ച് സ്തോത്രം അതെ അവനേക്കാൾ വലുതാകണമെന്ന് പറയുന്നവരുണ്ട്. സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. നീ ഒരു ഗാലപ്പ് ഹോഴ്സ് അല്ല, നീ ഒരു മത്സരത്തിന്റെ കുതിര അല്ല, നീ ഒരു ഷോ ഹോഴ്സ് അല്ല, നീ ഒരു മത്സരത്തിന്റെ കുതിരയല്ല. മൂന്നാമതായി സ്തോത്രം, ആ കുതിരയെ കുറിച്ചാണ് എനിക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടത്. മൂന്നാമത്തെ കുതിരയുടെ പേരത്രേ സ്തോത്രം വാർ ഹോഴ്സ്, യുദ്ധക്കുതിരകൾ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ കുതിര? എല്ലാവരും പറഞ്ഞാട്ടെ, യുദ്ധക്കുതിര. എന്താ യുദ്ധക്കുതിരയുടെ പ്രത്യേകത? സ്തോത്രം. നിങ്ങൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏത് രാജാവാകട്ടെ, അതെ യുദ്ധക്കുതിര, ഏത് യുദ്ധക്കുതിരയെ നിങ്ങൾ നോക്കുന്നെങ്കിലും അതിന് പല യുദ്ധങ്ങളിൽ, ചരിത്രത്തിൽ പ്രാധാന്യമുള്ളതായ പല യുദ്ധങ്ങളിൽ സ്തോത്രം ആ യുദ്ധക്കുതിരയ്ക്ക് പല പ്രാധാന്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. ഏത് ചക്രവർത്തിയെ നോക്കിയാലും അത് സ്തോത്രം അതേ കുതിരകൾ ഉപയോഗിച്ചിരുന്നതായ കാലത്ത്, ഇതുപോലെയുള്ളതായ മെഷീനറീസോ അല്ലെങ്കിൽ വാഹനങ്ങളോ ഉണ്ടായിരുന്ന കാലമല്ല, കുതിരയെ വാഹനം ഉപയോഗിച്ചിരുന്നതായ കാലങ്ങളിൽ. അത് അലക്സാണ്ടറിന്റെ കുതിരയാണെങ്കിലും അത് നെപ്പോളിയന്റെ കുതിരയാണെങ്കിലും സ്തോത്രം ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്ന കുതിരകൾക്ക് വളരെ വളരെ പ്രാധാന്യം ഉണ്ട്. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അതെ, അലക്സാണ്ടറോട് ചോദിച്ചാൽ അലക്സാണ്ടർ പറയും, ഞാൻ എവിടെ പോയാലും സ്തോത്രം നിഴൽ പോലെ ഞാൻ എന്നോട് കൂടെ ഉണ്ടായിരുന്നതാണ് എൻ്റെ കുതിര. എൻ്റെ ജയത്തിന്റെ സക്സസ് ആയിരുന്നു. ഇനി എനിക്ക് പരാജയപ്പെടുത്തുവാൻ രാജാക്കന്മാരില്ലല്ലോ, ഇനി എനിക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ സ്ഥലങ്ങളില്ലല്ലോ എന്ന് വിലപിച്ചതായ മഹാനായ ഒരു ഭയങ്കര സ്തോത്രം രാജാവായിരുന്നു സ്തോത്രം അലക്സാണ്ടർ. ഏറ്റവും ജയത്തിന്മേൽ ജയം പ്രാപിച്ചു. പക്ഷേ സ്തോത്രം അദ്ദേഹത്തിന്റെ ഏറ്റവും സ്തോത്രം പ്രിയപ്പെട്ട കുതിരയായിരുന്നു ബുസി പാലസ് എന്ന കുതിര, അലക്സാണ്ടറിന്റെ കുതിര. സ്തോത്രം അതേ അദ്ദേഹത്തിന്റെ ജയത്തിന് അഭിവാജ്യ ഘടകം ആയിരുന്നു. വീണ്ടും സ്തോത്രം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇന്ത്യക്കാരായ നമുക്കറിയാം സ്തോത്രം മഹാറാണ പ്രതാപ് സിംഗിന് നല്ലൊരു കുതിരയുണ്ടായിരുന്നു. ആ കുതിരയുടെ പേര് എത്ര പേർ ഓർക്കുന്നു എന്നെനിക്ക് അറിയത്തില്ല. സ്തോത്രം. പക്ഷേ PG അങ്കിൾ പറയുന്നതായ ഒരു സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. PG അങ്കിൾ പറയുന്നതായ ഒരു തമാശയുണ്ട്. PG അങ്കിൾ പറഞ്ഞ ഒരു ദിവസം ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയി സ്തോത്രം നാസയിൽ അവനിതാ റോക്കറ്റ് വിക്ഷേപണം കാണാൻ വേണ്ടി കടന്നുപോയി. അത് ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ നാസയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ സ്തോത്രം ഞാൻ പോയപ്പോൾ റോക്കറ്റ് പോകുന്നില്ലായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ പോയപ്പോൾ ഏതാണ്ട് റോക്കറ്റൊക്കെ ഇങ്ങനെ പോകാനായിട്ട് റെഡിയായി നിൽക്കുക. വലിയൊരു പ്രോജക്റ്റാണ് അത് വലിയൊരു കാര്യമാണ്. എത്രയോ വർഷങ്ങളായി അവരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. സ്തോത്രം. അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ ഡിഗ്നിറ്ററീസും അവിടെ വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ജനം വന്നിട്ടുണ്ട്. 100 കണക്കിന് സ്തോത്രം മീഡിയ പീപ്പിൾ അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ ഉപഗ്രഹം ഏത് നേരവും പോകും. അവസാനം സ്തോത്രം എല്ലാ ക്രമീകരണങ്ങളിലായി സപ്പോർട്ട് കംപ്ലീറ്റ് എടുത്ത് മാറ്റപ്പെട്ടു. കൗണ്ട് ഡൗൺ ആയി. 9 അത് മേലോട്ടായി പോയി. സ്തോത്രം താഴോട്ട് 9 8 7 6 5 എന്ന് പറഞ്ഞ് ഈ കൗണ്ട് ഡൗൺ ഇങ്ങ് താഴോട്ട് വന്നു. അവസാനം 0 ആയിട്ടും സംഭവം കത്തിയുമില്ല,
മേലേക്ക് പോയതുമില്ല. ആകെ കൺഫ്യൂഷനായി. അയ്യോ, എന്തുകൊണ്ടാണ് ഈ സംഭവം മേലെ പോകാത്തത്? സ്തോത്രം. എല്ലാവരും പരക്കം പാഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ഈ റോക്കറ്റ് മേലെ പോകുന്നില്ല, ഇതിനെന്തോ കുഴപ്പമുണ്ട്. സയൻറ്റിസ്റ്റ് എല്ലാവരും തലപുഴകഞ്ഞ് ആലോചിച്ചു. സ്തോത്രം. ആൾക്കാരെല്ലാവരും നോക്കി. ഡിഗ്നറ്ററീസ് നിങ്ങളെപ്പോലെ ഇരുന്ന് ബോറടിച്ചു. സ്തോത്രം. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവസാനം ഒരു ഇനാം പ്രഖ്യാപിച്ചു. ഇത് മേലെ പോകാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും വിദ്യ പറഞ്ഞു തരുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് അതേ ഞങ്ങൾ തരുന്നതായിരിക്കും. ആ ഇന്ത്യക്കാരൻ തൻ്റെ സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാറേ, ആ ഇരിക്കുന്ന റോക്കറ്റ് ഉണ്ടല്ലോ, അതിനെ 3 പ്രാവശ്യം വലത്തേക്ക് ഇങ്ങനെ തിരിച്ചാൽ മതി. 3 പ്രാവശ്യം വലത്തേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് അതിനെ സ്റ്റാർട്ട് ചെയ്താൽ മതി, അത് പെട്ടെന്ന് സ്റ്റാർട്ടായിക്കൊള്ളാം. എവർ ചിന്തിച്ചു, ഇന്ത്യക്കാരൻ എന്താണ് 3 പ്രാവശ്യം ഇതിനിങ്ങനെ വലത്തേക്ക് തിരിക്കാൻ വേണ്ടി പറഞ്ഞത്? പ്രസിഡന്റ് പറഞ്ഞു, ഏതായാലും അവൻ പറഞ്ഞതല്ലേ, നമുക്ക് മനസ്സോടെ ചെയ്തു നോക്കാം. 3 പ്രാവശ്യം അവർ ആ റോക്കറ്റിനെ വലതുവശത്തേക്ക് ഇങ്ങനെ ചരിച്ചു നോക്കി. എന്നിട്ട് അവർ വീണ്ടും കൗണ്ട് ഡൗൺ ആരംഭിച്ചു. 9, 8, 7, 6, 5, 4, 3, 2, 1. പെട്ടെന്ന് സ്തോത്രം. അതെ, ഉറങ്ങിയിരുന്ന അങ്കിൾ കണ്ണു തുറന്നതുപോലെ സ്തോത്രം പെട്ടെന്ന് ആ റോക്കറ്റ് സ്തോത്രം കുതിച്ച് മേലെ പോയി. അതിൻ്റെ ഒറിജിനൽ സ്ട്രാറ്റജിയിൽ, അത് ലക്ഷ്യത്തിൽ സ്തോത്രം ഒറിജിനൽ ട്രജക്ടറിയിലൂടെ അത് മുന്നോട്ട് കുതിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും കൂടെ ഓടി വന്ന് ഇന്ത്യക്കാരനോട് ചോദിച്ചു, വേറെ ആർക്കും ഇത് കണ്ടുപിടിപ്പാൻ കഴിയില്ല, ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് ആർക്കും കണ്ടുപിടിപ്പാൻ കഴിഞ്ഞില്ല, നീ എങ്ങനെയാണ് ഇതിൻ്റെ ഗുഡ്നസ് കണ്ടുപിടിച്ചത്? ഉടനെ അവൻ പറഞ്ഞു, ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല, ഇന്ത്യയിൽ എനിക്കൊരു ചേതക്ക് സ്കൂട്ടറുണ്ട്. ഇന്ത്യയിൽ എനിക്കൊരു ചേതക്കിൻ്റെ സ്കൂട്ടറുണ്ട്. അത് രാവിലെ എഴുന്നേറ്റ് ഞാൻ കിക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ടായില്ലെങ്കിൽ 3 പ്രാവശ്യം ഞാൻ വലത്തേക്ക് അതിനെ തിരിക്കാറുണ്ട്, 3 പ്രാവശ്യം ചരിക്കാറുണ്ട്. സ്തോത്രം. 3 പ്രാവശ്യം പെന്തിക്കോസുകാർ ഹല്ലേലൂയ പറയുന്ന പോലെയാണ്. ഐ ഡോണ്ട് നോ. സ്തോത്രം. അതെ, 3 പ്രാവശ്യം അതിനെ ചരിക്കാറുണ്ട്. എന്നിട്ട് കിക്ക് ചെയ്യുമ്പോഴേ അത് സ്റ്റാർട്ടാകത്തുള്ളൂ. എന്തോ സ്കൂട്ടർ? സ്തോത്രം. അമേരിക്കക്കാർ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ചേതക്. ഓ, ചേട്ടക്. ഹേ, വാട്ട്സ് ഫ്രം വേർ ഡിഡ് ദേ ഗോട്ട് ദിസ് നെയിം ചേതക്? ഈ ചേതക് എന്ന് പറയുന്നത് ഒരു കുതിരയുടെ പേരാണ്, ഒരു കുതിരയുടെ ശബ്ദമാണ്, അല്ലെങ്കിൽ കുതിരയുടെ പേരാണ് ചേതക്ക് എന്ന് പറയുന്നത്. കേൾക്കണമേ പ്രിയ സഹോദരങ്ങളെ. സ്തോത്രം. അതെ, മഹാറാണ പ്രതാപ് സിംഗിൻ്റെ യുദ്ധ കുതിരയാണ് ചേതക്ക് എന്ന് പറയുന്നത്. പലർക്കും പല കുതിരകൾക്കും ചാടിക്കടക്കുവാൻ കഴിയാത്തത് ചാടിക്കടന്ന ഒരു യുദ്ധ കുതിരയാണ് ചേതക്ക്. ഇന്ന് പകൽക്കാലം കഥ കേട്ടിരിക്കല്ല്, ഇന്ന് പകൽക്കാലം തമാശ കേട്ട് മടങ്ങിപ്പോകല്ല്. ഞാൻ വലത്തോട്ട് തിരിഞ്ഞാൽ ശരിയാകോ, ഇടത്തോട്ട് തിരിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഇന്ന് പകൽക്കാലം അതൊന്നും എനിക്കറിയത്തില്ല. എനിക്കൊന്നറിയാം, പലർക്കും ചാടിക്കടക്കുവാൻ കഴിയാത്തത് യേശുവിൻ്റെ നാമത്തിൽ ചാടിക്കടക്കുവാൻ നിന്റെ കാലുകളിൽ ദൈവത്തിൻ്റെ വിലയേറിയ ബലത്തെ കർത്താവ് ഈ ദിവസങ്ങളിൽ പകരുവാൻ പോകുന്നു. നിന്റെ മുൻപിൽ പോയതായ പലർക്ക് തരണം ചെയ്യുവാൻ കഴിയാത്തത് നിന്നിലൂടെ സാധിപ്പിക്കാൻ വേണ്ടി പോകുന്നു. നിന്റെ മുൻപിൽ പോയ പലരും പരാജയപ്പെട്ടത് നിനക്ക് ജയമായി പോകുവാൻ പോകുന്നു. നിന്റെ മുൻപിൽ പലരും ഇടറി വീണതായ പലതും നിന്റെ മുൻപിൽ ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ പോകുന്നു. നിന്റെ ഓഫീസിലായിരിക്കാം, നിന്റെ സഭയിലായിരിക്കാം, നിന്റെ സ്തോത്രം ഭവനത്തിലായിരിക്കാം, ശുശ്രൂഷ വേദികളായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അത് സാധിപ്പാൻ പോകുകയാണ്. കാരണം നീ ഒരു കഴുതയല്ല, നീ ബുദ്ധിയില്ലാത്ത ഒരു കുതിരയല്ല, പകരം നീ ഒരു യുദ്ധ കുതിരയാണ്. ആ കരങ്ങളെ, 2 കരങ്ങളെ തലയ്ക്ക് മുകളിൽ ഉയർത്തി ഒന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ കരങ്ങളെ തലയ്ക്ക് മുകളിൽ ഉയർത്തി ചേർത്തടിച്ചാട്ടെ. ഈ കരങ്ങളുടെ പലത് സാധിക്കും യേശുവിൻ്റെ നാമത്തിൽ. കുതിരകൾ, യുദ്ധ കുതിരകൾ ഇന്ന് പകൽക്കാലം ചനയ്ക്കുന്ന സ്വരം ആത്മമണ്ഡലത്തിൽ വെളിപ്പെടട്ടെ. ശത്രുവിൻ്റെ പാളയത്തിൽ കൺഫ്യൂഷനും ഡിസ്പ്യൂഷനും വെളിപ്പെടട്ടെ. വീണ്ടും ചരിത്രം പറയുന്നു, ഇന്റർനെറ്റിൽ നിങ്ങൾ പോയാൽ ലോർഡ് ആർതർ വെസ്ലി എന്ന് പറയുന്ന സ്തോത്രം വലിയ ഒരു പ്രഭുവിന് ഒരു കുതിര ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് കോപ്പൻഹേഗൻ.
സ്തോത്രം. എന്നാൽ ഏറ്റവും നമ്പർ 1 ഈ ലോക ചരിത്രത്തിൽ മനുഷ്യർ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല കുതിരകളൊന്നാണ് സർജന്റ് റെക്ലസ്. സർജന്റ് റെക്ലസ് എന്ന് പറഞ്ഞാൽ കൊറിയൻ വാറിൽ 1952 സ്തോത്രം അതെ മനുഷ്യർക്ക് കടക്കാൻ കഴിയാത്ത സ്ഥാനത്ത് യുദ്ധമുന്നണിയിൽ കൊറിയൻ യുദ്ധത്തിൽ ഈ സർജന്റ് റെക്ലസ് എന്നാണ് കുതിരയുടെ പേര്. പിന്നത്തേതിൽ അതിന് നൽകിയ സ്ഥാന പേരാണ് സർജന്റ്. ഒരു സ്തോത്രം ഉദ്യോഗസ്ഥന്, ഒരു മിലിറ്ററി ഓഫീസർക്ക് ഒരു സർജൻ പദവി നൽകുന്നത് പോലെ ഒരു കുതിരയ്ക്ക് നൽകി. ഹേ കുതിര, എന്താ ഈ പദവി നിനക്ക് നൽകിയത്? ഈ കുതിര എന്താ? കുതിരയെ പറ, മൃഗമേ നിനക്ക് എന്തുകൊണ്ടാണ് ഈ പദവി കിട്ടിയത്? അതെ, അവന്മാർക്ക് കഴിയാത്ത സ്ഥലങ്ങൾ ഞാൻ ഓടിയത് കൊണ്ടാ, അവന്മാർക്ക് സാധിക്കാൻ കഴിയാത്തത് എന്നിലൂടെ സംഭവിച്ചത് കൊണ്ടാ. ദൂതാണ് ഇന്ന് പകൽക്കാലം ഏറ്റെടുത്തോളം. ഓ നിന്നെ മൃഗമെന്ന് പറഞ്ഞ് തുച്ഛീകരിച്ച് ഇട്ടിരിക്കുന്നവർ നടുവിൽ, ചവിട്ടി തേച്ചിരിക്കുന്ന നടുവിൽ മറ്റുള്ളവർക്ക് കഴിയാത്തത് ചെയ്ത് സ്തോത്രം ദൈവം നിനക്ക് ചിലത് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ മേൽ ഒരു സ്ഥാനക്കയറ്റം ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചിക്കുകയാണ്. ഇവിടെ മേൽ ഒരു പ്രൊമോഷൻ ഞാൻ പ്രവചിക്കുകയാണ്. ആ സ്ഥാപനങ്ങളിൽ ഒരു പ്രൊമോഷൻ ഉണ്ടാകട്ടെ, ആത്മീയ അനുഭവങ്ങൾ ഒരു പ്രൊമോഷൻ ഉണ്ടാകട്ടെ, പദവികൾ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മനുഷ്യനെ മോഷ്ടിപ്പാൻ കഴിയാത്തതായ സ്ഥാനങ്ങളും മാനങ്ങളും ഉണ്ടാകട്ടെ. കൈയടിക്കുന്ന നിങ്ങൾ കരങ്ങൾ അടിച്ച് ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിച്ചാട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം തിരുവനന്തപുരത്ത് നിന്റെ കൂടെ ആയിരിക്കാം. ഒരുപക്ഷെ അവർ സിഡ്നിയിലാണോ, മെൽബണിലാണോ, സിൻസിനാറ്റി ആണോ, ന്യൂയോർക്ക് ആണോ, ഐ ഡോണ്ട് നോ അവരെവിടെയാണോ. പക്ഷേ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് ഏറ്റെടുത്തോളം സ്ഥാനങ്ങൾ, പിശാചിന് മോഷ്ടിപ്പാൻ കഴിയാത്ത സ്ഥാനങ്ങൾ, പദവികൾ യേശുവിൻ നാമത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നു. കാരണം നിന്റെ വീട്ടിൽ ബുദ്ധിയില്ലാത്ത കുതിരകളല്ല, കഴുതകളല്ല ഉള്ളത്. നിന്റെ വീട്ടിൽ സ്തോത്രം യുദ്ധ കുതിരകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇന്ന് പകൽക്കാലം ഒരു യുദ്ധ കുതിര പോലെ ഞാൻ മുന്നോട്ട് കുതിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കേണ്ടത്? മിനിമം യു നീഡ് 3 things. 3 കാര്യത്തിൽ അഭ്യാസമുണ്ടെങ്കിൽ മാത്രമേ ഒരു യുദ്ധ കുതിര എന്ന ക്രമത്തിൽ നിനക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. കുതിരയും കഴുതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കേൾക്കണം, കുതിരയും കഴുതയും തമ്മിൽ വ്യത്യാസമുണ്ട്. കുതിര ഒരിക്കലും മിക്കവാറും കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. എന്നാൽ കഴുത കാട്ടിൽ മാത്രമല്ല നാട്ടിലും ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുവാൻ കഴിയും. ഒറ്റയ്ക്ക് നിൽക്കുക മാത്രമല്ല, കുതിരയ്ക്ക് കൂർത്ത സ്തോത്രം ഒരു ചെവിയാണെങ്കിൽ കഴുതയ്ക്ക് സ്തോത്രം ഒരു വലിയ ചെവിയാണ്. വലിയ ചെവിയുമായി ഒറ്റയ്ക്ക് നിൽക്കുന്നവന്റെ പേരാണ് കഴുത. കേട്ടോ, രാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം ഒറ്റയ്ക്ക് നിൽക്കും, കൂട്ടായ്മയില്ല. പക്ഷെ അവന് വലിയ ചെവിയുണ്ട്. അവന് നാട്ടിലുള്ള സകല ഇൻഫർമേഷൻ ഉണ്ട്. എവിടെ എന്തൊക്കെ നടക്കുന്നു, സ്തോത്രം മെഡിക്കൽ റിപ്പോർട്ട്, ഡോക്ടർ പറഞ്ഞത്, മനുഷ്യൻ പറഞ്ഞത്, ഓഫീസർ പറഞ്ഞത്, ബോസ് പറഞ്ഞത്, സകലതും കേട്ട് മനുഷ്യന്റെ റിപ്പോർട്ടിൽ ജീവിക്കുന്നവനാണ് കഴുത. വിഴുപ്പ് ഭാണ്ഡം ചുമക്കുന്ന കഴുതയാകല്ല നീ. മനുഷ്യൻ പറയുന്നത് കേട്ട് ജീവിക്കുന്നവനല്ല. മനുഷ്യന്റെ അഭിപ്രായം മാറും, മനുഷ്യന്റെ ആലോചന വ്യർത്ഥം, മനുഷ്യന്റെ ആലോചന ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ആകും. പക്ഷേ കണ്ണ് തുറന്ന് സ്തോത്രം പറ, ആകാശവും ഭൂമിയും മാറി പോയാലും ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറത്തില്ല. Come on, whom shall believe the report of the Lord? കർത്താവിന്റെ റിപ്പോർട്ട് ആരാണ് വിശ്വസിക്കുന്നത്? ഇന്ന് പകൽക്കാലം നിനക്കൊരു കഴുത ചെവിയല്ല, നിനക്ക് കൂർമ്മയുള്ളതായ കേൾക്കേണ്ടത് മാത്രം കേൾക്കുന്നതായ ഒരു കുതിര ചെവി ഉണ്ടാകട്ടെ. കമോൺ, മനുഷ്യ ശബ്ദം കുറയട്ടെ, ദൈവ ശബ്ദം വളരട്ടെ. മനുഷ്യ ശബ്ദം കുറച്ച് കേൾക്കാം, ദൈവ ശബ്ദം കൂടുതൽ കേൾക്കാം. ഇഷ്ടപ്പെട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. വിഴുപ്പ് ഭാണ്ഡം ചുമക്കുന്ന കഴുതയല്ല, ദൈവ ശബ്ദം വഹിക്കുന്ന കുതിരകൾ ആകട്ടെ. മാത്രമല്ല കഴുത ഒറ്റയ്ക്ക് നിൽക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഹി ഡോണ്ട് ഹാവ് എനി ഫെലോഷിപ്പ്. അവനൊരിക്കലും കൂട്ടായ്മയില്ല. സ്തോത്രം, അതെ, കൂട്ടായ്മയില്ല. അവൻ ഒറ്റയ്ക്കേ വരത്തുള്ളൂ, ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. പക്ഷെ കുതിര ഒറ്റയ്ക്കല്ല. സ്തോത്രം, കുതിര കൂട്ടമായിട്ടാണ് നിൽക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ സക്സസ് അതാണ്. ഈ കൂട്ടമാണ് നമ്മുടെ സക്സസ്. ഞാൻ ഒറ്റയ്ക്ക് നിന്നെങ്കിൽ എന്നെ പൊളിഞ്ഞേനെ, ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എന്നെ ഉളമ്പാറ കയറിയനെ, എന്നെ സ്തോത്രം അതെ മണ്ണിനടിയിലായേനെ. പക്ഷേ ദൈവം കഴിഞ്ഞാൽ എന്നെ നിർത്തുന്നത് കൂട്ടായ്മയാണ്. നിങ്ങളെ നിർത്തുന്ന കൂട്ടായ്മയാണ്. ഞാൻ നിങ്ങൾ നോക്കി ഇന്ന് പകൽക്കാലം പറയട്ടെ, നിനക്ക് എന്നെ വേണ്ടായിരിക്കാം, പക്ഷേ നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണം. ഓ കമാൻ, എനിക്കില്ലാത്തത് നിനക്കുണ്ട്, നിനക്കില്ലാത്തത് എനിക്കുണ്ട്. നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ മധ്യത്തിൽ കർത്താവുണ്ട്.
ഓ ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. എനിക്കില്ലാത്ത നിനക്കുണ്ട്, നിനക്കൊല്ലാത്തത് എനിക്കുണ്ട്. അപ്പോഴാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. എത്ര ശുഭവും എത്ര മനോഹരം. ഹല്ലേലൂയ. 3 പേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വേണം. പെട്ടെന്ന് പറ. ഉറങ്ങിയിരിക്കുന്ന എല്ലാ ആൻറ്റിമാരെ, ആ സെൻറ്ററിൽ ഉറങ്ങിയിരിക്കുന്ന ആൻറ്റിയെ തട്ടി എണീപ്പിച്ച പെന്തിക്കോസുകാരി എടുത്ത് പറ, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിങ്ങളെ വേണം. സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ. 1-ാം സഭായം കഴിഞ്ഞിട്ട് വന്നത് കൊണ്ടാണ് അതിൻ്റെ ക്ഷീണം തീരുകയാണ് ആൻറ്റി. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പോലീസുകാരൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ചെന്നിരുന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ദെൻ ഹൗ ക്യാൻ ദ വേർഡ് ഓഫ് ഗാഡ്, സ്തോത്രം, പോലീസിനേക്കാൾ എത്രയോ നല്ലതാണ് ദൈവവചനം. നീ ഒരു കഴുതയല്ല, പകരം നീ ഒരു കുതിരയാണ്. നീ ഒരു കഴുതയല്ല, പകരം നീ ഒരു കുതിരയാണ്. കൈയടിക്കുന്ന നേരെ കൈയടിക്കണം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതെ, എന്നാൽ ഈ യുദ്ധ കുതിരയായി, ഇഫ് യു റിയലി വാണ്ട് ടു ബിക്കം എ സക്സസ് വൺ, നീ ദൈവകൃപയാൽ സ്തോത്രം നീ ജയിച്ചു മുന്നേറുവാൻ നിനക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഒരു കുതിരയെ ശിക്ഷണത്തിൽ നയിപ്പാൻ, സ്തോത്രം, തിരുവചനത്തിൽ 32:9 വാക്യത്തിൽ, സങ്കീർത്തനം 32:9 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. വീണ്ടും ഒരു കാര്യം കൂടെ നമ്മൾ കേൾക്കും. ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, അവൻ്റെ ചമയങ്ങളായ കടിഞ്ഞാൺ, അവൻ്റെ ചമയങ്ങളായ കടിഞ്ഞാൺ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, കടിഞ്ഞാൺ. സ്തോത്രം, കടിഞ്ഞാൺ. കടിഞ്ഞാൺ എന്ന് പറഞ്ഞാൽ എൻ്റെ വായിലൂടെ ഇട്ട് പിടിക്കുന്നതാണ് കടിഞ്ഞാൺ. അർത്ഥം, നിന്റെ വായ്ക്ക് ഒരു അടപ്പിടണമെന്ന്. ഓ കമോൺ, നിന്റെ വായ്ക്ക് ഒരു നിയന്ത്രണം വേണമെന്ന്. നീ ലക്ഷ്യത്തിൽ എത്തുവാൻ നിന്റെ വായ്ക്കൊരു നിയന്ത്രണം വേണം. നിന്റെ കൈക്കോ കാലിനോ നിന്റെ സെക്ഷൽ ഓർഗനോ അല്ല. കേൾക്ക, ഞാൻ നിന്റെ അപ്പനാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിന്റെ വായ്ക്ക് ഒരു നിയന്ത്രണം വേണം. സൂര്യൻ ഉദിക്കുന്നത് തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്നത് വരെ പിശാച് നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിപ്പാൻ ഏറ്റവും കൂടുതൽ കയ്യിലെടുക്കുന്നത് നിന്റെ നാക്കാണ്. നിന്റെ നാക്കാണ്. കേൾക്കാൻ ഞാനാകട്ടെ നീ ആകട്ടെ മനസ്സിലാക്കണം, മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കൃപയോട് ഉപ്പിനാൽ രുചിയുള്ള വാക്ക് മാത്രം പറഞ്ഞോട്ടെ. സ്തോത്രം, കൃപയില്ലാത്ത വാക്ക് പറയല്ലേ. സ്തോത്രം, നീ അനാവശ്യമായി സംസാരിച്ച് നിന്റെ ദൈവകൃപയെ നീ നഷ്ടപ്പെടുത്തല്ലേ. ഈ നല്ല അന്തരീക്ഷത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് ദൈവവചനം കേൾക്കുമ്പോൾ, യെസ് സ്തോത്രം, ദൈവകൃപ പ്രാപിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ചിലരെക്കുറിച്ച് ഞാൻ പറയട്ടെ, എല്ലാവരും അല്ല, ചിലരെക്കുറിച്ച് പറയട്ടെ. ഈ പന്തലിന് കീഴിൽ കർത്താവ് വന്നാൽ നീ രക്ഷപ്പെട്ടു. ഇല്ലേ, നിൻ്റെ കാര്യത്തിൽ എനിക്ക് റിയലി നല്ല സംശയമുണ്ട്. റിയലി പന്തലിന് പുറത്ത് വരുമ്പോഴാണ് കാഹളനാദം കേൾക്കുന്നെങ്കിൽ, സ്തോത്രം, കുഞ്ഞെ അറിയത്തില്ല നിൻ്റെ ഭാവിയെക്കുറിച്ച്. നോ ഗ്യാരണ്ടി അറ്റ് ഓൾ. സ്തോത്രം, ഇന്നലെ രാവിലെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സെഷൻ ഉണ്ടായിരുന്നു. റിയലി സാറേ. എന്നിട്ട് ഞാൻ ആ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ആഫ്റ്റർനൂൺ സെഷന് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ വേണ്ടിയൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ചെല്ലെടുക്കുമ്പോൾ പിന്നിൽ ക്ലാസ് നടക്കരുത്. പിന്നിൽ വലിയൊരു ക്ലാസ് നടക്കുകയായിരുന്നു. എങ്ങനെ സക്സസ്ഫുള്ളായി ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാം. സ്തോത്രം, അതെ, എങ്ങനെ സക്സസ് ആയി ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാം. നോക്കിയേ, ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗത്തേക്ക് നോക്കുന്നില്ല, ആരെന്ന് ഞാൻ പറഞ്ഞു തരത്തില്ല. വേണമെങ്കിൽ താഴോട്ടിറങ്ങി തൊട്ട് കാണിച്ചു തരാം. സ്തോത്രം, നിന്റെ ഉപവാസ പ്രാർത്ഥന ഉഴപ്പി ചീറ്റി, നിന്റെ ഉപവാസ പ്രാർത്ഥന പോയി. മക്കളെ, സ്തോത്രം, ഉപ്പ് മാങ്ങ ഭരണിക്കകത്ത് കിടക്കുമ്പോൾ എങ്ങനെയാണ് ഉപ്പ് പിടിക്കുന്നത് പോലെ സോക്കിംഗ് അണ്ടർ ഗ്ലോറി, അതാണ് ദൈവ സാന്നിധ്യം. സോക്കിംഗ് അണ്ടർ ഗ്ലോറി, അതാണ് പരിശുദ്ധാത്മാവ്. സോക്കിംഗ് അണ്ടർ ഗ്ലോറി, ഓ ഗ്ലോറി, സോക്കിംഗ് അണ്ടർ. ഹല്ലേലൂയ. വാക്ക് കളയല്ലേ, വാക്ക് അനാവശ്യമായി പറയല്ലേ. നിന്റെ നാവിന് നീ സൂക്ഷിച്ചോളണം. നീ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ നാവിന് ഒരു പരിച്ഛേദന ആവശ്യം ആണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടു, ഏറ്റവും വലിയ മതിലായിരുന്നു ചൈനയിലെ വൻമതിലല്ല, സ്തോത്രം, എരിഹോവിൻ്റെ മതിൽ. നീളത്തിൽ വലിയ മതിൽ ചൈനയുടെ വൻമതിലെങ്കിൽ വീതിയിൽ ഏറ്റവും വലിയ മതിൽ എരിഹോവിൻ്റെ മതിലാണ്. എരിഹോവിൻ്റെ മതിലിന് മുകളിലൂടെ 3 ബസ്സിന് അല്ലെങ്കിൽ 3 ലോറിക്ക് പോകത്തക്ക വീതി ഉണ്ടായിരുന്നു. പക്ഷേ സ്തോത്രം, തമ്പുരാൻ വളരെ നന്നായിട്ടറിയാം, ഇവരെക്കുറിച്ച് സംസാരിക്കാൻ അനുവദിപ്പിച്ചാൽ ഈ മതിൽ പൊട്ടത്തില്ല. സ്തോത്രം, സംസാരിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞേണേ, ഡാലിയ നോക്കടാ, ആ വലിയ കല്ലിരിക്കണത് കണ്ട എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അതെ, അത് ഇടിയത്തില്ല. അത് ഇന്നും ഭൂമിയിൽ അതങ്ങനെ തന്നെ ഇരുന്നിട്ടിരിക്കും. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ഇത് നീ അല്ല ഉടയ്ക്കുന്നത്, നിന്നാൽ കഴിയാത്തത് എന്നാൽ കഴിയും.
ഓ, നിന്നാൽ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സന്നിധി കൊണ്ടുവാ, ഞാനത് സാധിപ്പിക്കും, ഞാൻ സാധിപ്പിക്കും. എനിക്ക് മാറ്റാൻ കഴിയാത്ത പർവ്വതങ്ങളില്ല, എനിക്ക് അഴിക്കാൻ കഴിയാത്ത കുരുക്കുകളില്ല, എനിക്ക് തകർക്കാൻ കഴിയാത്ത ജയിലുകളില്ല, എനിക്ക് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗങ്ങളില്ല, എനിക്ക് പുറത്താക്കാൻ കഴിയാത്ത പിശാചില്ല, എനിക്ക് ഉടയ്ക്കാൻ കഴിയാത്ത ശാപങ്ങളില്ല. ഇന്ന് പകൽക്കാലം അസാധ്യമായിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 14-ാം ദിവസം വിരൽ ചൂണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തേ, സ്വർഗമേ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ പൂട്ട് എൻ്റെ മുൻപിൽ തുറക്കത്തില്ല, നീ ഒന്ന് തുറന്ന് തരണമെന്ന് പറഞ്ഞാൽ ദൈവം പരിഹരിച്ചാൽ പിന്നെ ആർക്കും അതിനെ കൂട്ടിക്കെട്ടുവാൻ കഴിയത്തില്ല. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല, ദൈവം പൊളിച്ചാൽ ആർക്കും വീണ്ടും പണിവാനും കഴിയത്തില്ല. തിരുവചനം പറയുന്നു, സ്തോത്രം, അതേ കർത്താവിൻ്റെ സന്നിധിയിൽ ആ ജനമായിരിക്കുമ്പോൾ 6 ദിവസം അവൻ്റെ വായ അടച്ച് 7-ാം ദിവസം ദൈവം ആ മതിലിനെ പൊളിച്ച്. സ്തോത്രം, നിനക്കൊരു കടിഞ്ഞാണ് വേണമെന്ന്. അടുത്തിരിക്കുന്നൊരു തൊട്ട് പറ, കടിഞ്ഞാണ് വേണമെന്ന്. മൂത്തൂക്കി പറഞ്ഞേ, കടിഞ്ഞാണ് വേണം, കടിഞ്ഞാണ് വേണം. ആ ഫിഷ് കട്ട്ലറ്റ് എല്ലാം പറ, കടിഞ്ഞാണ് വേണം. സ്തോത്രം, കടിഞ്ഞാണ് വേണം, കടിഞ്ഞാണ് വേണം. യെസ് 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 യെസ്, കടിഞ്ഞാണ് വേണം. സ്തോത്രം. വീണ്ടും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ഇതാ സ്തോത്രം, അതെ ദൈവത്തിൻ്റെ ദൂതൻ വന്നിറങ്ങി. ഓ സ്തോത്രം, റെവറൻഡ് സെഖരിയാവിനോട് പറഞ്ഞു, ഹേ ഹോളി റെവറൻഡ് സെഖരിയാവേ, നീ റിട്ടയർ ആകാൻ സമയമായി, പക്ഷേ ദൈവം നിനക്കൊരു സർപ്രൈസ് ബ്ലെസ്സിങ് തരാൻ വേണ്ടി പോകുന്നു. സുനാമി നെഗറ്റീവ് സർപ്രൈസ് ആയിരുന്നു, കൊടുങ്കാറ്റ് ഓക്കെ എല്ലാം നെഗറ്റീവ് സർപ്രൈസ് ആണ്. പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും നെഗറ്റീവ് സർപ്രൈസ് വരുന്നെങ്കിൽ ഈ എൽ എലിയോനിൽ നിന്ന്, എൽ ഷഡായിൽ നിന്ന് പോസിറ്റീവ് സർപ്രൈസ് ആണ് അപ്പച്ചൻ എപ്പോഴും നമുക്ക് വേണ്ടി ചെയ്യാറുള്ളത്. കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, സ്തോത്രം, ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. പ്രാസിങ്ങനെ വിശ്വാസമില്ല കേട്ടോ, പാസ്റ്റർ വിശ്വാസമില്ല. പുള്ളിക്ക് ഉൽപ്പത്തിക്ക് മുമ്പ് അറിയാം, വെളിപ്പാടിന് ശേഷം അറിയാം, പക്ഷെ പുള്ളിയുടെ ഹൃദയം ശൂന്യമാണ്. ആചാര്യ വിശ്വാസമല്ല. പുള്ളി ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ സ്വർഗം ഇറങ്ങിയ ദൂതനോട് പറഞ്ഞു, അവൻ്റെ വാടയ്ക്കും, അപ്പൻ്റെ വാടയ്ക്കും, എന്നാലേ അമ്മയുടെ ഗർഭം തുറക്കത്തുള്ളൂ. അപ്പൻ്റെ വായടച്ച് അമ്മയുടെ ഗർഭം തുറന്ന തമ്പുരാൻ തൻ്റെ കുഞ്ഞിനെ പുറത്തെടുത്തു എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ അത്ഭുതങ്ങളെ കൊല്ലല്ല, നിന്റെ അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും നാവിനാൽ കൊല്ലല്ല, നിന്റെ അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും നാവുകളാൽ കൊല്ലല്ല. കമോൺ കമോൺ, അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും നാവുകളാൽ കൊല്ലല്ല. പകരം അധനം തുറന്ന് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ വിടിവിക്കപ്പെടും, ഞാൻ വിശാലമത പ്രാപിക്കും, എൻ്റെ ജീവിതം സ്തോത്രം നന്നാകും, ഞാൻ താഴ്ചയല്ല, എനിക്ക് ഉയർച്ചയത്രേ സ്തോത്രം എനിക്ക് പ്രാപിപ്പാൻ തക്കോണം കഴിയുന്നത്. പറയണം, എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അവയ്ക്ക് എന്നോട് അടുത്ത് വരുവാൻ കഴിയത്തില്ല. ഓ സ്തോത്രം. കാരണം യുദ്ധം എൻ്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. ശത്രുക്കളെ പിൻപിലല്ല, ശത്രുക്കളെ മുൻപിൽ ദൈവം എനിക്ക് വേണ്ടി സ്തോത്രം വഴികളെ വാതിലുകളെ ഒരുക്കും. കമോൺ, വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഇന്ന് പകലും ദൈവത്തെ സ്തുതിച്ചാട്. ഓ, വേദപുസ്തകം പറയുന്നു, ഒന്നാമത് നിനക്ക് ആവശ്യം കടിഞ്ഞാണട്ടെ. രണ്ടാമത് വേദപുസ്തകം പറയുന്നു മുഖപ്പട്ട. വൈദ്യുരെന്ന് പറഞ്ഞാട്ടെ, മുഖപ്പട്ട. എന്തിനാ മുഖപ്പട്ട വെക്കുന്നത്? മുഖപ്പട്ട വെച്ച് കഴിഞ്ഞാൽ പിന്നെ സൈഡിൽ ഒന്നും കാണാൻ പറ്റത്തില്ല, സൈഡിലൊന്നും കാണാൻ പറ്റത്തില്ല, ലക്ഷ്യം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കുതിര മുന്നോട്ട് പോകുകയാണോ? കുതിര മുന്നോട്ട് പോവുകയാണ്, കുതിര മുന്നോട്ട് പോവുകയാണ്. സ്തോത്രം. ഇത് മലയാളി കുതിര ആയതുകൊണ്ടാണ് ഈ ശബ്ദത്തിൽ ഓടിയത്. എക്സ്ക്യൂസ് മീ. സ്തോത്രം. അതെ, കുതിര മുന്നോട്ട് പോവുകയാണ്. കുതിര മുന്നോട്ട് പോകുന്നത് കൊണ്ട് പോകുമ്പോൾ മുഖപ്പട്ട വെച്ച് കഴിഞ്ഞാൽ സ്തോത്രം കുതിരയ്ക്ക് സൈഡ് കാണാൻ പറ്റത്തില്ല. കുതിരയ്ക്ക് സ്തോത്രം ലക്ഷ്യം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നിനക്കൊരു ജയം ആവശ്യമാണെങ്കിൽ ഇന്ന് പകൽക്കാലം വെൽ ഫോക്കസ്ഡ് ആയിരിക്കട്ടെ. ഒരു മുഖപ്പട്ട അണിഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവർ നന്നായി ഹൈ ഫൈ കൊടുത്തിട്ട് പറ, മുഖപ്പട്ട എടുത്താട്ടെ. പറഞ്ഞാട്ടെ, മുഖപ്പട്ട അണിഞ്ഞാട്ടെ. മുഖപ്പട്ട മുഖപ്പട്ട മുഖപ്പട്ട. സംടൈംസ് നമ്മൾ സ്തോത്രം ഫോക്കസിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. നീ നോക്കുന്നത് പലപ്പോഴും നിന്റെ ലക്ഷ്യത്തിലേക്കല്ല, ദൈവം നിന്നെ വിളിച്ചതായ ആ ലക്ഷ്യത്തിലേക്കല്ല. നമ്മൾ ചുറ്റുമാണ് ഇങ്ങനെ നോക്കുന്നത്, ചുറ്റുമാണ് നോക്കുന്നത്. ആരൊക്കെ എന്നെക്കുറിച്ച് എന്തെല്ലാം പറയുന്നുണ്ട്, ആരൊക്കെ എന്നെ അംഗീകരിക്കുന്നുണ്ട്, ആരൊക്കെ എന്നെ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. Come on, stop it in Jesus name. 10 പേര് നിന്നെ വിമർശിക്കുന്നെങ്കിൽ, 10 പേര് നിന്നെ അംഗീകരിക്കുന്നില്ലെങ്കിൽ 10 ലക്ഷം പേർ നിന്നെ അംഗീകരിക്കുവാൻ വേണ്ടിയുണ്ട്. നമ്മൾ ആരൊക്കെ തള്ളി, ആരൊക്കെ ഉപേക്ഷിച്ചു, ഇതൊന്നും അല്ല നോക്കേണ്ടത്. സ്തോത്രം. നോക്കിക്കേ, ആരെ എന്നെ കാണിച്ചു കൊടുക്കുവാൻ പോകുന്നു, ആരെന്നെ തള്ളിപ്പറവാൻ പോകുന്നു, ആര് എന്നെ കൊല്ലാൻ പോകുന്നു, ഇതൊന്നും അല്ല യേശു കർത്താവ് നോക്കിയത്. എൻ്റെ പിതാവ് എന്നെ വിളിച്ചതായി എൻ്റെ പിതാവ് എന്ന് പറഞ്ഞ സ്വർഗത്തിലെ കർത്താവിലായിരുന്നു യേശു കർത്താവ് ആശ്രയിച്ചത്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ കൃത്യമായി. നീ സൈഡിലല്ല പിടിക്കേണ്ടത്. സൈഡിൽ പിടിച്ചാൽ ഈ പിടിയെല്ലാം തെറിച്ചു പോകും മക്കളെ. നീ സൈഡിലല്ല പിടിക്കേണ്ടത്, നിൻ്റെ പിടി മേലെ ആയിരിക്കണം.
ആമേൻ. ജയിക്കണമെങ്കിൽ നീ മേലെ ആയിരിക്കണം, നീ വെൽ ഫോക്കസ്ഡ് ആയിരിക്കണം. സ്തോത്രം. യുദ്ധക്കുതിരയുടെ പ്രത്യേകത അത് മുഖപ്പട്ട ഉള്ളത് കൊണ്ട് അത് സൈഡിലേക്കല്ല നോക്കുന്നത്. യുദ്ധക്കുതിര നോക്കുന്നത് സ്തോത്രം മുന്നോട്ടാണ്. ഞാൻ നോട്ടിൽ എഴുതിയത് വളരെ കൃത്യമായി സ്തോത്രം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വെൽ ഫോക്കസ്ഡ് ആയി ദൈവകൃപയാൽ സ്തോത്രം അതിൻ്റെ ലക്ഷ്യത്തിലേക്കാണ് നോക്കേണ്ടത്. നിന്റെ ലക്ഷ്യം പണമല്ല, പ്രതാപമല്ല, പ്രസിദ്ധിയല്ല, പകരം നിന്റെ ലക്ഷ്യം യേശുവാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. എബ്രായലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം 12-2 രണ്ട് വാക്യങ്ങൾ ഒരുപോലെ പറയുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കേണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കേണം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, യേശുവിനെ നോക്കേണം. ഒരിക്കൽ കൂടെ, യേശുവിനെ നോക്കണം. യേശുവിനെ നോക്കണം എന്നതിന് ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഇത് ജ്യോതിശാസ്ത്രജ്ഞൻ എപ്രകാരമാണോ എത്രയോ ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ കോടിക്കണക്കിന് മൈൽ അകലെ നിൽക്കുന്നതായ ഒരു സ്തോത്രം ഒരു നക്ഷത്രത്തെ ടെലസ്കോപ്പിലൂടെ നോക്കുകയാണ്. ആ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ സ്തോത്രം അതിൻ്റെ ചലനം എങ്ങനെയാണ്, അതിൻ്റെ ജ്വലനം എങ്ങനെയാണ്. അതിന് വിശപ്പുണ്ട്, പുള്ളി എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല. ദാഹമുണ്ട്, അയാൾ എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്നില്ല. ആ നക്ഷത്രത്തിന്റെ ചലനം നോക്കി, അതിന്റെ ജ്വലനം നോക്കി, ആ നക്ഷത്രത്തെ നോക്കി ഇരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം സ്തോത്രം വേറൊരു നക്ഷത്രത്തെ കുറിച്ച് ഞാൻ പറയട്ടെ. അവന്റെ പേര് നീതി സൂര്യൻ എന്നാണ്. സൺ ഓഫ് റൈച്ചസ്നെസ്. യേശുവിന്റെ നാമത്തിൽ അവങ്കലേക്ക് നോക്കി ഇരുന്നാട്ടെ. നീ അവങ്കലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഗ്യാരണ്ടി യു, നീ നിന്റെ അപ്പനെയും അമ്മയും പോലെയല്ല, നീ അവനെ നോക്കിയിരിക്കുമ്പോൾ നീ അവനെ പോലെയാകും. നീ അവനെ നോക്കിയിരിക്കുമ്പോൾ കർത്താവ് യേശുവിനെ പോലെയായി തീരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ അവനെ നോക്കുമ്പോൾ നീ അവനെ പോലെയാകും. അതുകൊണ്ടാണ് 3.5 വർഷക്കാലം കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ ശിഷ്യന്മാർ ചേർന്ന് നടന്ന് 3.5 വർഷക്കാലം യേശുവിനെ പോലെ ചേർന്ന് നടന്ന് ലാസ്റ്റ് സ്റ്റേജായി അവൻ പിടിക്കപ്പെടേണ്ട നേരമായപ്പോൾ നാട്ടുകാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇവരിൽ ആരാ യേശു എന്ന്. അതുകൊണ്ടാണ് അവനെ കാണിച്ചു കൊടുക്കണം എന്ന കണ്ടീഷൻ വന്നത്. കമോൺ. സ്തോത്രം. പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാവരും സെയിം ആസ്. അവരെ വാക്കിലാകട്ടെ, അവരെ ഡ്രസ്സിങ്ങിലാകട്ടെ, അവരുടെ ജീവിത രീതിയാകട്ടെ സെയിം ആസ് ജീസസ്. അതുകൊണ്ടാണ് 18 വയസ്സ് പ്രായമുള്ള വേലക്കാരത്തി പറഞ്ഞ, നിന്റെ ഉച്ചാരണം കേട്ടിട്ട് നീ അവനോട് കൂടെ ഉള്ളവനെന്ന് വെളിവാകുന്നല്ലോ, നിന്റെ സംസാരം പോലും ആയിപ്പോയെന്ന്. സ്തോത്രം. അർത്ഥം, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വീട്ടുകാരെ പോലെ അല്ല നീ, നിന്റെ ജീവിതം സ്തോത്ര ബന്ധുക്കളെ പോലെയല്ല. നിന്റെ സ്റ്റൈൽ മാറുകയാണ്. വേറൊരു ഫാഷൻ നിന്നിൽ വെളിപ്പെടുകയാണ്. വേറൊരു ലൈഫ് സ്റ്റൈൽ സ്തോത്രം നിന്നിലൂടെ വെളിപ്പെടുകയാണ്. നിന്റെ സ്കൂളല്ല, നിന്റെ കോളേജ് അല്ല, നിന്റെ കുടുംബമല്ല, പകരം വേറൊരു ലൈഫ് സ്റ്റൈൽ നിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്നു. സെയിം ആസ് ജീസസ്. നോട്ടം യേശുവിലാണ്. കേൾക്കുന്നവർ 2 കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ. സ്തോത്രം. നീ ജയിക്കത്തിന്റെ കുതിരയായി തീരുവാൻ ഒന്നാമത് സ്തോത്രം കടിഞ്ഞാണ്, രണ്ടാമത് മുഖപ്പെട്ട, മൂന്നാമതായി സദൃശവാക്യം 26-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വേദപുസ്തകം പറയുന്നു ചമ്മട്ടി. സ്തോത്രം. മൂന്നാമത്തെ കാര്യം വേദപുസ്തകം പറയുന്നു ചമ്മട്ടി. സ്തോത്രം. ചമ്മട്ടി എന്താണ്? ചമ്മട്ടി കുതിരയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ചമ്മട്ടി ഒരു പ്രാവശ്യം ചമ്മട്ടി കൊണ്ട് ഒരു തട്ട് കിട്ടിയാൽ, ഒരു അടി കിട്ടിയാൽ സ്തോത്രം കുതിര അവിടെ നിൽക്കും. ചമ്മട്ടി കൊണ്ട് ഒരു പ്രാവശ്യം അടിച്ചാൽ നിൽക്കും. 2 പ്രാവശ്യം അടിക്കുമ്പോൾ ഏത് വശത്താണോ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് ആ വശത്തേക്ക് കുതിര തിരിയും. 3 പ്രാവശ്യം ചമ്മട്ടി കൊണ്ട് ചെറുതായി തട്ടുമ്പോൾ കുതിര സ്തോത്രം ഓടും. വീണ്ടും ചമ്മട്ടി ചുഴറ്റുമ്പോൾ അതിന്റെ വേഗത വർദ്ധിക്കും. സ്തോത്രം. ചമ്മട്ടി അതിന്റെ വേഗതയും നിൽക്കുന്നതും പോകുന്നതും ഒക്കെ നിയന്ത്രിക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്വർഗത്തിലൊരപ്പൻ നനക്കൊണ്ട്, സ്വർഗത്തിലൊരപ്പൻ ഉള്ളത് കൊണ്ട് സ്തോത്രം താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. അയ്യോ, ഇത് കേൾക്കാനില്ല. ഒരിക്കൽ കൂടെ സ്തോത്രം. സ്നേഹിക്കുന്ന മക്കളെ സ്തോത്രം അപ്പൻ ശിക്ഷിക്കുന്നു. മക്കളെ ശിക്ഷിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. മക്കളെ ശിക്ഷിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. മക്കളെ ശിക്ഷിച്ചുള്ള ഹല്ലേലൂയ, വണ്ടർഫുൾ, റിയലി സ്തോത്രം. പീപ്പിൾ ഓഫ് ബോൾഡ്നെസ്, ധൈര്യമുള്ള ജനത്തിനായി സ്തോത്രം. അമേരിക്കയിലൊരു നിയമമുണ്ട്, പിള്ളേരെ അടിക്കാൻ പാടില്ല. പിള്ളേരെ അടിച്ചിട്ട് പിള്ളേരെ 911 ആ നമ്പറിൽ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് വരും, അപ്പനും അമ്മയും ജയിലിൽ പോകും. സ്തോത്രം. റിയലി 911 വിളിച്ചു കഴിഞ്ഞാൽ അപ്പനും അമ്മയും സ്തോത്രം പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകും. പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് നോക്കി, ഈ ഫ്രണ്ടിൽ എന്തോ റിവൈവൽ നടക്കുന്നത് നോക്ക്. അത് കേട്ടപ്പോൾ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന യുവറ്റകളെല്ലാം പറയുന്നു, അയ്യോ, ആ നിയമം ഇവിടെയും വരാനായിട്ട് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവാം.
സ്തോത്രം. അതെ, അമേരിക്കയിൽ. പക്ഷെ തിരുവചനം പറയുന്നു, സ്തോത്രം, അതെ, മക്കളെ ശിക്ഷിക്കുന്നവനെ കൊല്ലുകയല്ല, പകരം അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ അവൻ ശിക്ഷിക്കുന്നു. സ്തോത്രം. അതെ, ബാലശിക്ഷയാണ് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. എബ്രായർ ലേഖനം 12:9 പറയുന്നു, ബാലശിക്ഷ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ബാലശിക്ഷ. സ്തോത്രം, ബാലശിക്ഷ. ഡോക്ടർ ബില്ലി ഗ്രഹാം എന്ന ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ വഴി മാറാതെ ഞാൻ കൃത്യമായ വഴിയിലൂടെ നടക്കേണ്ടതിന് വേണ്ടി ദൈവമായ കർത്താവ് പല സന്ദർഭങ്ങളിൽ ബാലശിക്ഷ തന്ന് എന്നെ നടത്തിയിട്ടുണ്ടെന്ന്. ഇടത്തോട്ടേക്കോ വലത്തോട്ടോ ഞാൻ വഴി മാറാതെ നടക്കേണ്ട വഴികളിൽ ഞാൻ നടക്കേണ്ടതിന് ബാലശിക്ഷ തന്ന് എന്നെ നടത്തിയിട്ടുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം, അതെ, നമ്മുടെ വഴി മാറല്ല, നിത്യതയിൽ ദൈവത്തിൻ്റെ കൃപയാൽ എത്തുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സ്തോത്രം, അതെ, ബാലശിക്ഷ ഉണ്ട്. 1 കടിഞ്ഞാണ്, 2 മുഖപ്പട്ട, 3 ചമ്മട്ടി. ഇത് 3 സ്തോത്രം കുതിരയെ കൊല്ലാനുള്ളതല്ല, പകരം കുതിരയെ അച്ചടക്കത്തിലേക്ക് നയിച്ച് സ്തോത്രം അതിന്റെ ലക്ഷ്യത്തിൽ എത്തുവാൻ വേണ്ടിയാണ്. ശത്രുവിന്റെ പാളയത്തെ തകർത്ത് മുന്നേറുന്ന യുദ്ധ കുതിരയാക്കി തീർക്കുവാനാണ്. കരങ്ങളെ ചലിപ്പിച്ച കരങ്ങളെ വീശി ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. വായി തുറന്ന് പറ, യുദ്ധ കുതിര. ശബ്ദം ഉയർത്തി പറഞ്ഞേ. അയ്യോ, കേട്ടില്ല. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. ഹൗ ടു ഫേസ് ടുമോറോ. നാളെ എന്തായിരിക്കും ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ ജനമേ? നാളെ ഭാവി കാലത്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് തിരുവചനം പറയുന്നു, there are 4 horses, 4 കുതിരകൾ നിന്നോട് മത്സരിച്ച് ഓടുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ സ്തോത്രം, യോഹന്നാൻ അപ്പോസ്തലനെ കർത്താവ് കാണിച്ചു കൊടുക്കുന്നു. അന്ത്യകാലത്തെ 4 കുതിരകൾ ദൈവസഭയെ ബീറ്റ് ചെയ്യുവാനായി, ദൈവസഭയെ പരാജയപ്പെടുത്താനായി 4 കുതിരകൾ ഓടുന്നു. ഈ കാലത്തെ വിവേചിച്ച്, ഈ കാലത്തെ അനുഭവങ്ങൾ വിവേചിച്ച് ഞാൻ പറയട്ടെ, 4 കാര്യങ്ങൾ ഈ ദിവസങ്ങൾ വർദ്ധിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒന്നാമത് ഓടുന്നതായ കുതിരയത്ര വേദപുസ്തകം പറയുന്നു, വെള്ളക്കുതിര. വെളിപ്പാട് പുസ്തകത്തിൽ 2 സ്ഥലങ്ങളിൽ വെള്ളക്കുതിരയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് 6-ാം അധ്യായം, മറ്റൊന്ന് 19-ാം അധ്യായം. ഒന്ന് 6-ാം അധ്യായത്തിൽ വെള്ളക്കുതിര, മറ്റൊന്ന് 19-ാം അധ്യായത്തിൽ വെള്ളക്കുതിര. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. എത്ര പേർ കേൾക്കുന്നുണ്ട്? കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അതെ, 19-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആ വെള്ളക്കുതിരയുടെ പുറത്ത് ഒരുവൻ ഇരിപ്പുണ്ട്. അവന്റെ പേര് വിശുദ്ധനും സത്യവാനും. ദാറ്റ് ഈസ് നൺ അതർ ദാൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവൻ കർത്താവ് യേശു തന്നെയാണ്. കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന ശേഷം എവിടെ നിന്നാണ് എടുത്തുകൊള്ളപ്പെട്ടത്, അതേ ഒരു മലയുടെ മണ്ടയിൽ അവൻ നിന്നിട്ട് സ്തോത്രം, ഇതാ കുതിരപ്പുറത്ത് കിഴക്കേ വാതിലൂടെ യെരൂശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു. കേൾക്കണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് കഴുതപ്പുറത്താണ് അവൻ യെരൂശലേം പട്ടണത്തിലേക്ക് പ്രവേശിച്ചത്. അന്ന് കഴുതപ്പുറത്ത് യെരൂശലേം പട്ടണത്തിലേക്ക് പ്രവേശിച്ചവൻ ഇപ്പോൾ ഇതാ വെളുത്ത കുതിരപ്പുറത്ത് അവൻ പ്രവേശിക്കുന്നു. 19-ാം അധ്യായത്തിൽ എഴുതി കാണുന്നത് സ്തോത്രം, അതെ, ആ വെളുത്ത കുതിരപ്പുറത്ത് ഇരിക്കുന്നവൻ കർത്താവ് യേശുവാണ്. എന്നാൽ മിക്കവാറും തിയോളജിയന്മാർ ഇങ്ങനെയാണ് പറയുന്നത്, 6-ാം അധ്യായത്തിൽ കാണുന്നതായ വെള്ളക്കുതിര അന്തിക്രിസ്തു അത്രേ. കാരണം എപ്പോഴും ക്രിസ്തു എങ്ങനെയായിരിക്കുന്നു അതിനെ പ്രിറ്റൻഡ് ചെയ്യുവാൻ, അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ആയി തീരുവാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ് സ്തോത്രം സതാൻ. യേശു കർത്താവിനെ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തനാക്കുന്നത് സ്തോത്രം അവന്റെ മരണം, അടക്കം, പുനരുത്ഥാനമാണ്. കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്. 1 കൊരിന്ത്യർ 15 3 മുതൽ 5 വരെ തിരുവചന പ്രകാരം അവൻ മരിച്ചു, തിരുവചന പ്രകാരം അടക്കപ്പെട്ടു, തിരുവചന പ്രകാരം ഉയർത്തെഴുന്നേറ്റു. പൗലോസ് പറയുന്നു, യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാത്രേ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതാണ് യേശുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. കേക്ക് വെളിപ്പാട് 13:3 പറയുന്നു, അന്തിക്രിസ്തുവും അത് അനുകരിക്കുന്നു. കാരണം അന്തിക്രിസ്തുവിന്റെ തലയിൽ ഇതാ വലിയൊരു മുറിവ്, മാരകമായ മുറിവ്, മരണകരമായ മുറിവുണ്ടാകുന്നു എന്ന് തിരുവചനം പറയുന്നു. മരണകരമായ മുറിവുണ്ടാകും. സ്തോത്രം. സഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം, അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെട്ട ശേഷം, കേൾക്കണമേ, അന്തിക്രിസ്തുവിനെ കൊല്ലുവാനായി ഒരു വിഫല ശ്രമം നടക്കും. മാരകമായ മരണകരമായ മുറിവ് അന്തിക്രിസ്തു എന്ന വ്യക്തിക്ക് ഏൽക്കും. ബ്രദർ, സ്തോത്രം. അതെ, ഞങ്ങളത് ടി വിയിലൂടെ കാണാം എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ യെസ്, കൈവിടപ്പെട്ടവൻ അത് കാണും. സ്തോത്രം. അതെ, കേൾക്കണം, കൈവിടപ്പെട്ടവൻ കാണും. മരണകരമായ ഒരു മുറിവ് അന്തിക്രിസ്തുവിനുണ്ടാകും. പക്ഷേ സാത്താന്യമായ വ്യാജ അത്ഭുതം നിമിത്തം ആ മരണകരമായ മുറിവ് സ്തോത്രം ഉണങ്ങി അവൻ രക്ഷപ്പെടും. സോ മശിഹ മരിച്ചിട്ടതാ ജീവനിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്ന് യഹൂദന്മാർ അന്തിക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കും. സോ ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരൻ,
സഹോദരങ്ങളെ, അങ്ങനെ അന്തിക്രിസ്തുവിനെ മെശിഹ എന്ന് തട്ടിദ്ധരിപ്പാൻ വ്യാജമായ ഒരു അത്ഭുതമായിരിക്കും അത്. അന്ന് മാത്രമല്ല, ഇന്നേ അന്തിക്രിസ്തു വ്യാപരിക്കുന്നുണ്ട്. കേൾക്കണം, യുദ്ധ കുതിര പോലെ കുതിര കൂട്ടങ്ങളായി ഒരു കുതിരകളുടെ ഫെലോഷിപ്പ് എന്നതുപോലെ ദൈവത്തിന്റെ സഭയെ പരിശുദ്ധാത്മാവ് ചിത്രീകരിച്ചിരിക്കുമ്പോൾ നിനക്കെതിരെ മത്സരിച്ചോടുന്നതായ ഒന്നാമത്തെ കുതിരയത്രേ അന്തിക്രിസ്തുവിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ആന്റിക്രൈസ്റ്റ്. പക്ഷേ സ്തോത്രം, തിരുവചനം പറയുന്നു, ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്തു വിരോധിയാകുന്ന, ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അന്തിക്രിസ്തുവിന്റെ ആത്മാവ് കടന്നു വരുമായിരിക്കും. പക്ഷേ വിവേചനമുള്ളവൻ അന്തിക്രിസ്തുവിനെ ദൈവത്തിന്റെ കൃപയാൽ ജയിക്കുകയാണ്. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട് ഒരിക്കൽ കൂടെ ശക്തിയോടെ. രണ്ടാമത്തെ കുതിരയാത്രയെ സ്തോത്രം ബ്ലാക്ക് ഹോഴ്സ്, രണ്ടാമത്തെ കുതിരയാത്രയെ റെഡ് ഹോഴ്സ്. റെഡ് ഹോഴ്സ്, ചുവന്ന കുതിര. വേദപുസ്തകത്തിൽ ചുവന്നവൻ എന്ന് എഴുതിയിരിക്കുന്നത് മറ്റൊരുവനെ കുറിച്ചാണ്, ഏദോം ചുമന്നവൻ, അഥവാ ഇത് ഏശാവ് ചുമന്നവൻ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ ഏദോം ചുമന്നവൻ എന്ന് വേദപുസ്തകം പറയുന്നു. ഏദോം ചുമന്നവനാണ്. എങ്ങനെയാണ് ഏദോം ചുമന്നവൻ എന്ന് പറയാൻ കഴിയുന്നത്? കേൾക്ക്, ചുവന്ന പായസം കണ്ടപ്പോൾ അതിൽ അവൻ മറിഞ്ഞു വീണു. ചുവന്ന പായസം കണ്ടപ്പോൾ അതിൽ അവൻ തട്ടി. തന്റെ ജ്യേഷ്ഠാവകാശത്തെ കിട്ടിയില്ലേലും കുഴപ്പമില്ല, ഈ ചുവന്ന പായസം മതി എന്ന് പറഞ്ഞ് ആ ചുവന്ന പായസം അവൻ വാരി കുഴിച്ചു. അർത്ഥം, ലോകത്തെ തേടി പോകുന്നവനാണ് ചുമന്നവൻ. ഒന്നാമത് അന്തിക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ വിരുദിനെതിരെ സ്തോത്രം ശക്തമായി വ്യാപരിക്കുമ്പോൾ രണ്ടാമത് നിനക്ക് എതിരെ നിൽക്കുന്നതാണ് ലോകം. ലോകത്തിൻ്റെതായ മാന്യത, ലോകത്തിൻ്റെതായ സ്തോത്രം ധാരാളിത്വം, ലൗകിക കാര്യങ്ങൾ നിന്നെ ആത്മീയത്തിൽ നിന്ന് വലിച്ചിടുവാൻ ലോകം നിന്നെ ആകർഷിക്കുന്നു. കഴിഞ്ഞ 13 ദിവസം ഈ പന്തൻ കീഴിൽ സ്തോത്രം അതെ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ നടക്കുമ്പോഴും ആരാധന യോഗം ഞായറാഴ്ച ഒഴികെ കയറിയിട്ടില്ലാത്ത പല VIP കളുണ്ട്. ഞാൻ നിന്നെ നോക്കി പറയട്ടെ, നീ ആരാണെങ്കിലും ഐ വോണ്ട് കെയർ. സ്തോത്രം. കാരണം സുരേഷിന് ഒരു പ്രത്യേകത കൊണ്ട് ഞാൻ മനുഷ്യനെ പോളിഷ് ചെയ്യത്തില്ല, എന്നെ വിളിച്ച ദൈവത്തെ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. സ്തോത്രം. അതേ മനസ്സിലാക്കണം. നീ ഞായറാഴ്ച ക്രിസ്ത്യാനിയാണെങ്കിൽ നീ തേടുന്നത് ലോകത്തെയാണ്. പായസത്തിൽ തട്ടി നീ വീണുപോയിരിക്കുന്നു. കേൾക്ക, മാനസാന്തരപ്പെട. നീ ലോകത്തെ അല്ല നീ സ്നേഹിക്കേണ്ടത്, കർത്താവിനെയാണ് സ്നേഹിക്കേണ്ടത്. യേശാവേ പോയടാ, പായസത്തിൽ പോയി. ജ്യേഷ്ഠാവകാശം നിനക്ക് നഷ്ടപ്പെട്ടു, ജ്യേഷ്ഠാവകാശം നിനക്ക് നഷ്ടപ്പെട്ടു. കാരണം സ്തോത്രം, നമ്മൾ പാടേണ്ടിയിരുന്നത് അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, സ്തോത്രം യാക്കോബിൻ ദൈവം എന്നല്ല, യേശാവിൻ ദൈവം എന്നായിരുന്നു നമ്മൾ പാടേണ്ടിയിരുന്നത്. കാരണം ആ കുടുംബത്തിൽ ഏറ്റവും മൂത്തവൻ യേശാവായിരുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. യേശാവായിരുന്നു മൂത്തവൻ. പക്ഷെ അവൻ ആ പ്രയോറിറ്റി നഷ്ടപ്പെട്ടു, അവൻ ആ അനുഭവം നഷ്ടപ്പെട്ടു, ആ പദവി അവന് നഷ്ടപ്പെട്ടു. ചുവന്ന പായസത്തിൽ അവന് അവസരം നഷ്ടപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ നോക്കി പറയുന്നു, നിന്റെ കുടുംബം, നിന്റെ സ്തോത്രം അതെ വിളിയെ നഷ്ടപ്പെടുത്തരുത്. ദൈവം നിന്നെ കുറിച്ച് വിളിച്ചിരിക്കുന്നതായ പദ്ധതി നഷ്ടപ്പെടല്ല. സ്വന്തം ജീവൻ പോയാലും പോകല്ല. ലോകത്തിൽ സാത്താനും മനുഷ്യനും ഫ്രണ്ട്സും ഒക്കെ സ്തോത്രം നിന്നെ ആകർഷിക്കുന്ന ചുവന്ന പായസം കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ മാറ്റേണ്ടതിന് മാറ്റുവാൻ, ഓടേണ്ടതിന് ഓടുവാൻ, നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് ദൈവിക ലക്ഷ്യത്തിൽ എത്തുവാൻ നീ ആയിത്തീരണം. കാരണം നീ ബുദ്ധി ഇല്ലാത്ത കുതിര അല്ല, നീ ബുദ്ധി ഉള്ളതായ ഒരു യുദ്ധ കുതിരയാണ്. യുദ്ധക്കുതിരകൾ കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറയട്ടെ ഈ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. മൂന്നാമത്തെ കുതിരയാത്രേ കറുത്ത കുതിര. കറുത്ത കുതിര ലക്ഷ്യമാക്കുന്നത്, അർത്ഥമാക്കുന്നത് സൈറ്റനിക് മണ്ഡലം, സാത്താന്യ മണ്ഡലം അത്രേ. കറുപ്പെപ്പോഴും സ്തോത്രം അതെ കറുപ്പെപ്പോഴും സ്തോത്രം അർത്ഥമാക്കുന്നത് സാത്താന്യ മണ്ഡലമാണ്. വേദപുസ്തകം പറയുന്നു, സാത്താൻ ഈ ലോകത്തിന്റെ പ്രഭുവാണ്, സാത്താൻ ഈ ലോകത്തിലെ ദൈവമാണ്. വീണ്ടും സാത്താൻ ഈ ലോകത്തിലെ പ്രഭുവാണ്, സാത്താൻ ഈ ലോകത്തിലെ ദൈവമാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, അന്ധകാരം ഭൂമിയെയും കൂരിട്ട ജാതികളെയും മൂടുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട ജാതികളെയും മൂടുന്നു. പക്ഷേ സഭകൾക്ക് നിന്നിലോ ദൈവത്തിന്റെ പ്രഭ ഉദിക്കുന്നു എന്ന്. സാത്താൻ സ്തോത്രം അതെ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അധികം പ്രവർത്തിക്കുന്ന നാളുകളാണ് ഇത്. വെളിപ്പാട് പുസ്തകം 12:12 അങ്ങനെ പറയുന്നു. സ്തോത്രം തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സാത്താൻ അധികം പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഇന്ത്യ മുഴുവൻ ഞെട്ടി. സ്തോത്രം അതേ സമൂഹം ഏറ്റവും അധികമായി വിറങ്ങലിക്കുകയാണ്. മൃഗങ്ങളെക്കാൾ ഏറ്റവും വേസ്റ്റായി മനുഷ്യൻ പെരുമാറുന്നു. സ്വന്തം അപ്പന്റെ മുൻപിൽ 7 വയസ്സുകാരി 8 വയസ്സുകാരി പിള്ളേരെ പോലും ഇട്ടിട്ട് പോകാൻ കഴിയാത്തതായ കാലം. അയ്യോ, ദുർഭൂതങ്ങൾ ദേശത്തിന് മധ്യത്തിൽ അടിഞ്ഞാടുന്നതായ ദിവസം. സ്തോത്രം കഴിഞ്ഞ തലമുറയിൽ സിനിമയിൽ പോലും സീരിയലിൽ പോലും കേട്ടുകേൾവി ഇല്ലാത്തത് ഇതാ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നു.
സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇതാ സ്തോത്രം ശക്തിയോട് പ്രവർത്തിക്കുന്നതായ കാലം. എന്നാൽ സ്തോത്രം നിങ്ങൾ ചോദിക്കും, ഇതിൽ നിന്ന് എനിക്കെങ്ങനെയാണ് രക്ഷപ്പെടുവാൻ കഴിയുന്നത്, നിനക്കെങ്ങനെയാണ് രക്ഷ നേടുവാൻ കഴിയുന്നത് ചോദിച്ചാൽ, നിന്നെ തൊടുവാൻ അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. കാരണം അവൻ്റെ തലയെ തകർത്തവൻ നിന്നിൽ നിന്ന് അകന്നല്ല, അവൻ നിന്റെ ഉള്ളിൽ അത്രയുള്ളത്, നിന്റെ ഉള്ളിലാണുള്ളത്. ക്രിസ്തുവിന്റെ ആത്മാവാകട്ടെ, ലൗകിക കാര്യമാകട്ടെ, സാത്താനാകട്ടെ, നിന്നെ തൊടുവാൻ അവർക്ക് കഴിയത്തില്ല. കൊലോസ്യർ 1:27 വേദപുസ്തകം പറയുന്നു, ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ഇൻ യു. മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിൽ. അടുത്തിരിക്കുന്നവർക്ക് ഹൈ ഫൈ കൊടുത്ത് പറ, കർത്താവ് എൻ്റെ ഉള്ളിൽ. പറഞ്ഞാട്ടെ, കർത്താവിൻ്റെ ഉള്ളിൽ. അത്ര മാത്രമേ ഉള്ളൂ. കർത്താവ് നിന്റെ ഉള്ളിൽ, കർത്താവ് നിന്റെ ഉള്ളിൽ, അത്ര മാത്രമേ ഉള്ളൂ. നോ, ദൈവം നിന്നോട് കൂടെ. യെശയ്യാ 43:2 ദൈവം നിന്നോട് കൂടെ, കർത്താവ് നിന്നോട് കൂടെ, യേശു നിന്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ, ദൂതന്മാർ നിന്റെ ചുറ്റും. വീണ്ടും കർത്താവ് നിന്നോട് കൂടെ, യേശു നിന്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ, ദൂതന്മാർ നിന്റെ ചുറ്റും. നീ പിശാചിന്റെ ചവറ്റുകൊട്ടയല്ല. യു ആർ മോർ ദാൻ കോൺകറർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശുവിൽ നീ പൂർണ്ണ ജയം പ്രാപിക്കുന്നവനാണ്. കർത്താവ് നിന്നോട് കൂടെയുണ്ടെങ്കിൽ, യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മീതെയുണ്ടെങ്കിൽ, സാത്താൻ നിന്റെ കാൽ കീഴിലാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയ നസ്രേന യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. അതേ, ദൈവം നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. നീ പിശാചിന്റെ കാലിലെ കളിപ്പാട്ടമല്ല, അവൻ നിന്നെ തട്ടിക്കളിക്കുന്ന ഫുട്ബോൾ അല്ല. കാരണം ദൈവം പറഞ്ഞു, നിങ്ങളെ തൊടുന്നവർ എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓ സ്തോത്രം, തീയുടെ അഭിഷേകത്താൽ ദൈവം ഈ ജനത്തെ നിറയ്ക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിനും തീയിലും ഞാൻ നിന്നെ സ്നാനപ്പെടുത്തും എന്നാൽ ചെയ്ത അഗ്നി അഭിഷേകത്താൽ ഈ ജനത്തെ കർത്താവ് നിറയ്ക്കട്ടെ. പിശാചിന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എരിഞ്ഞ ചാരമാകട്ടെ. എന്നെ കേൾക്കുന്ന കുടുംബങ്ങളെ, എന്നെ കേൾക്കുന്ന വ്യക്തികളെ, അന്ധകാര ശക്തികൾ നിനക്കെതിരെ പൊരുതുന്നു എങ്കിൽ അവനെ തലോടല്ല, വാ തുറന്ന് ഇന്ന് പകൽക്കാലം അവനോട് പൊരുതിയാട്ടെ. നിനക്ക് അധികാരമുണ്ട്. നിന്റെ പാസ്റ്ററിന് മാത്രമല്ല, നിന്റെ പ്രവാചകന് മാത്രമല്ല, നിനക്ക് അധികാരമുണ്ട്. ആത്മീയ ജീവിതം അധികാര ജീവിതമാണ്. യേശുവിന്റെ നാമത്തിൽ എതിർത്ത് നിൽപ്പിൻ, എന്നാൽ സാത്താൻ നിന്നെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിൽപ്പിൻ, എന്നാൽ സാത്താൻ നിന്നെ വിട്ട് ഓടിപ്പോകും. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. കാരണം വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് പുസ്തകം 12:9 വായിക്കുമ്പോൾ, കുഞ്ഞാടിനെ രക്തത്താലും സാക്ഷി വചനത്താലും ശത്രുവിനെ അവർ ജയിക്കുന്നു. ഞാൻ കുട്ടികളോട് പറയട്ടെ, റോഡിൽ പോകുമ്പോൾ ആരെങ്കിലും ചൂളമടിച്ചാൽ, സ്കൂളിലും കോളേജിലും ആയിരിക്കുമ്പോൾ ആരെങ്കിലും നിന്നെ പ്രലോഭിപ്പിച്ചാൽ, ഏതെങ്കിലും വൈതരണിയും ഏതെങ്കിലും ആകർഷണ മണ്ഡലങ്ങളും നിനക്കെതിരെ കടന്നു വന്നാൽ, വായപ്പൊട്ടി മിണ്ടാതിരിക്കല്ലേ. വാ തുറന്ന് ഉടനെ പറയണം, യേശുവിന്റെ രക്തത്താൽ ജയ. വാ തുറന്ന സാഹചര്യമല്ല പറയേണ്ടത്, യേശുവിന്റെ രക്തത്താൽ ജയ. ഈ സാഹചര്യത്തിൽ സ്തോത്രം ഈ നാളുകളിൽ തിരുവനന്തപുരം പട്ടണത്തിന്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങട്ടെ, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഏത് ഓഫീസിലാണോ, ഏത് സ്ഥാനത്താണോ ജനം വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവിന്റെ രക്തത്താൽ ജയം. നീ എപ്പോഴാണോ യേശുവിന്റെ രക്തം പറയുന്നത്, മേ ബി നിനക്ക് 29.5 കിലോ വെയിറ്റേ കാണത്തുള്ളൂ. പക്ഷേ യേശുവിന്റെ രക്തം ജയമെന്ന് ഒരു ദൈവവൈതൽ പറയുമ്പോൾ, കന്യാകുമാരി തുടങ്ങി കാശ്മീർ വരെയുള്ള ഏത് മലമടക്കിലും ഏതോ താഴ്വരയിലും ഇരിക്കുന്ന സകല കുടിയിരിപ്പുകൾ യേശുവിന്റെ നാമത്തിൽ വരയ്ക്കുകയാണ്. കാരണം greater is he who is in you than on who is in this world. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. മൂന്നാമത് നിന്നോട് മത്സരിച്ചോടുന്നതായ കുതിരയാണ്, അതെ സ്തോത്രം, സാത്താന്യ മണ്ഡലം. അന്തിക്രിസ്തു, ലോകം, സാത്താന്യ മണ്ഡലം. നാലാമതായി വെളിപ്പെടുന്നത് അത്രേ സ്തോത്രം, യെല്ലോ അഥവാ മഞ്ഞ. സ്തോത്രം, അതിന് മരണമെന്ന് പേരെന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. അർത്ഥം സ്തോത്രം, മഞ്ഞ കുതിര. അത് കത്തിപ്പടരുന്ന തീയെ കാണിക്കുന്നു. അർത്ഥം അന്ത്യകാലത്ത് വെളിപ്പെടുന്നതായ സ്തോത്രം, പെർസിക്യൂഷൻ അഥവാ സ്തോത്രം, പീഡയെ കാണിക്കുന്നു. ദൈവസഭയ്ക്ക് പീഡയുണ്ട്, ദൈവസഭയ്ക്ക് പീഡയുണ്ട്. മഹോദ്രവം ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, ദൈവസഭ പീഡയിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ മഹോദരത്തിലൂടെ പോകുമെന്നുള്ള ദുരുപദേശമല്ല ബ്രദർ സുരേഷ് ബാബു പറയുന്നത്. പകരം സ്തോത്രം, ദൈവസഭ പല കഷ്ടതകൾ അനുഭവിക്കും. കാരണം വേദപുസ്തകം പറയുന്നു, അന്യഭാഷ പറഞ്ഞ് വ്യാഖ്യാനിപ്പാൻ മാത്രമല്ല നമുക്ക് വരം ലഭിച്ചിരിക്കുന്നത്, കഷ്ടത അനുഭവിപ്പാനും ദൈവം നമുക്ക് വരം തന്നിരിക്കുന്നു. 2 തീമോഥെയോസ് 2:2 തീമോഥെയോസ് നോക്കി പൗലോസ് ഇപ്രകാരം പറയുകയാണ്, ഹേ തീമോഥെയോസേ, സ്തോത്രം, അതെ ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീ സുഖിക്കുക എന്നല്ല പറയുന്നത്. ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീ എന്നോട് കൂടെ കഷ്ടം അനുഭവിക്കുക. നിനക്ക് നിന്റെ കഷ്ടമുണ്ട്, എനിക്ക് എന്റെ കഷ്ടമുണ്ട്. പക്ഷേ ധൈര്യമായിരിക്കെ, ആ കഷ്ടത്തിൽ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവും നമ്മോട് കൂടെയുണ്ട്.
ഹല്ലേലൂയ. രണ്ട് തരത്തിൽ പീഡകളുണ്ട്. ഒന്ന് ഫിസിക്കൽ, മറ്റൊന്ന് ഇമോഷണൽ. ഒന്ന് ശാരീരികമായ കഷ്ടത, മറ്റൊന്ന് മാനസികമായ കഷ്ടത. നൂറ്റാണ്ടിലെ എഫെസോസിലാകട്ടെ, കൊരിന്തിലാകട്ടെ, അഥേനയിലാകട്ടെ, പല പട്ടണങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം കാല് ചവിട്ടുമ്പോൾ താൻ ഹോട്ടലിലേക്കല്ല അന്ന് രാത്രി ചെക്ക് ഇൻ ചെയ്തത്, പകരം ജയിലിലേക്ക് അത്രേ. അന്ന് ശാരീരിക പീഡയുണ്ടെങ്കിൽ സ്തോത്രം കേൾക്കണം, ഇന്ന് മാനസികമായ പീഡയുണ്ട്. പീഡയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒറ്റയ്ക്കല്ല. ആ പീഡയിൽ പെട്ടെന്ന് നീ തീർന്നു പോകത്തില്ല. ആ തീച്ചൂളയിൽ നീ ചാരമാകത്തില്ല. പകരം തിളങ്ങുന്ന സ്വർണം പോലെ കർത്താവിന്റെ കൃപയാൽ നീ പുറത്തിറങ്ങുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തല പ്രവൃത്തി 16 സ്തോത്രം പൗലോസും ശീലാസും സ്തോത്രം കാരാഗ്രഹത്തിലായിരുന്നു. അവിടെ വസ്ത്രം പറിച്ചു മാറ്റിയിരുന്നു. അവരെ അടിച്ച് പഞ്ചറാക്കിയിരുന്നു. അവർ വിവസ്ത്രരായിരുന്നു. അവർ മുറിവുകൾ ഉണ്ടായിരുന്നു. സ്തോത്രം അവരെ കയ്യും കാലും ചങ്ങലയിലായിരുന്നു. ഓ പാവം, വയ്യ, ഇന്ന് സഹായത്തിന് പോണ്ട എന്നല്ല അവർ പറഞ്ഞത്. ഇതോടെ ദൈവവേലയെല്ലാം നിർത്തി നമുക്ക് എൻ്റെ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കാം എന്നല്ല പറഞ്ഞത്. ഇന്ന് പകൽക്കാലം നീ മുറിവേറ്റിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്നെ നാണം കെടുത്തേണ്ട പരിപാടി വല്ലവനും ആസൂത്രണം ചെയ്യുന്നെങ്കിൽ, നിനക്കെതിരെ വല്ലവനും ഗൂഢാലോചന നടത്തുന്നെങ്കിൽ സ്തോത്രം, അതെ, ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക, ശ്രദ്ധിച്ച് കേൾക്ക്. അവർ വസ്ത്രം പറിച്ചു മാറ്റിയിരിക്കുന്നു. കയ്യും കാലും ചങ്ങലയിലാണ്. അവർ മുറിവേൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ അതേ സമയത്ത് തിരുവചനം പറയുന്നു അവർ മിണ്ടാതിരുന്നില്ല. അവരെ കയ്യും കാലും കെട്ടിലാണ്. പക്ഷെ കെട്ടില്ലാത്തൊരു നാക്ക് അവർക്കുണ്ടായിരുന്നു. കേട്ടില്ലാത്തൊരു നാക്ക് അവർക്കുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് പകൽ ഇവിടെ കയ്യും കാലും ചങ്ങലയിലല്ല, പക്ഷേ ഹലോ സ്തോത്രം, ഇവിടെ ആടെയും കയ്യും കാലും ചങ്ങലയിലല്ല. സ്തോത്രം. കമാൻ, നിന്റെ നാക്ക് ചങ്ങലയിൽ അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അവർ ദൈവത്തെ സ്തുതിച്ചു. അവർക്കറിയത്തില്ല വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷേ അതുവരെ കാണാത്തത്, പരിചയമില്ലാത്തത് സംഭവിച്ചു. കർത്താവ് എന്ന ജയിലിൽ ഇരുന്നു. ജയിൽ പൊളിഞ്ഞു പോയി. ഒരു വശത്ത് സ്തോത്രം, അതേ ജയിലിന്റെ താക്കോലും മറുവശത്ത് ജയിലുമായി അവരതാ ജയിലറുമായി അവർ പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും പറയാം, ഒരു വശത്ത് സ്തോത്രം, അതേ ജയിലിന്റെ താക്കോലും മറുവശത്ത് ജയിലുമായി അവർ പുറത്തിറങ്ങി. പിറ്റേന്ന് നാട്ടുകാർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ജയിലില്ല. സ്തോത്രം. പകരം സഭയുണ്ട്. പിറ്റേന്ന് നാട്ടുകാർ നോക്കുമ്പോൾ ജയിലില്ല, പകരം സഭയുണ്ട്. കമാൺ, തിരുവനന്തപുരം യേശുവിന്റെ നാമത്തിൽ നീ ഇല്ലെന്ന് ആരാണോ പറഞ്ഞത്? നീ നശിച്ചു എന്ന് ആരാണോ പറഞ്ഞത്? നീ തീർന്നെന്ന് ആരാണോ പറഞ്ഞത്? അതിന്റെ നടുവിൽ തെറിയിക്ക്. നീ ഒരു കഴുതയല്ല, നീ ഒരു ഷോ ഹോഴ്സ് അല്ല, നീ ഒരു വാർ ഹോഴ്സ് ആണ്. നീ ഒരു വാർ ഹോഴ്സ്, നീ ഒരു യുദ്ധക്കുതിരയാണ്. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. നിനക്ക് ജയിപ്പാൻ പല മണ്ഡലങ്ങളുണ്ട്. അന്തിക്രിസ്തുവിന്റെ വേദികൾ നീ ജയിക്കും. സാത്താന്യ മണ്ഡലങ്ങൾ നീ ജയിക്കും. സ്തോത്രം. അതെ 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 ലോകത്തെ നീ ജയിക്കും. തീർന്നില്ല, സകല പീഡകളെയും നീ ജയിക്കും. കാരണം നീ ഒരു യുദ്ധ കുതിരയാണ്. സ്തോത്രം. അതെ, അലക്സാണ്ടറിന്റെ കുതിരയാണോ അല്ലെങ്കിൽ 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 നെപ്പോളിയന്റെ കുതിരയാണോ? അതിനു മുൻപ് മഹാറാണ പ്രതാപ് സിംഗിന്റെ കുതിരയാണോ? സ്തോത്രം. ഏത് പുസ്തകം, അതെ, ബൈബിൾ പറയുന്നു രാജാവ് ഇരിക്കുന്നതായ കുതിര അതെപ്പോഴും സ്തോത്രം ശത്രുവിന്റെ പാളയത്തിലേക്ക് കുതിക്കുന്നത് പോലെ രാജാതി രാജാവായ കർത്താതി കർത്താവായ യേശു നിന്റെ മേൽ ഇരിക്കുന്നത് കൊണ്ട് സ്തോത്രം, അതെ, നീ ഇന്ന് പകലും കുതിക്കുന്നത് ശത്രുവിന്റെ വേദികൾക്ക് എതിരെയാണ്. ശത്രുവിന്റെ മണ്ഡലങ്ങൾക്കെതിരെയാണ്. ശത്രുവിന്റെ താവളങ്ങൾക്ക് എതിരെയാണ്. സ്തോത്രം. അനേക ആൾക്കാർ പറയാറുണ്ട് അനോയിന്റിങ്. ഏതാണ്ട് ഞാൻ പ്രസംഗിക്കും എപ്പോഴും കുഴപ്പമാണ്. സ്തോത്രം. ഏതാണ്ട് ശബ്ദം കേൾക്കുന്നു നോക്ക്. അതെ, സ്തോത്രം. അനേക പറയാറുണ്ട് അഭിഷേകം. എന്താണ് അഭിഷേകം? What do you mean by anointing? Anointing is nothing but the presence of God. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ അഭിഷേകം, ലോകം കണ്ട ഏറ്റവും വലിയ അഭിഷേകം പിതാവായ ദൈവം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പുത്രൻ അവിടെ നിൽക്കുന്നു. മൂന്നാമത് പരിശുദ്ധാത്മാവ് പ്രാപഞ്ച ദേഹരൂപത്തിൽ ഇറങ്ങുന്നു. So what do we mean by anointing? എന്താണ് അഭിഷേകം? അഭിഷേകം എന്ന് പറയുന്നത് സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവത്തിന്റെ സാന്നിധ്യം. Come on. സ്തോത്രം. നിന്റെ മേൽ കർത്താവ് വന്നിരിക്കുന്നെങ്കിൽ you carry the presence of God. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നീ ചുമക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ മേലുണ്ട് എന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. യുദ്ധക്കുതിരകൾ സ്തോത്രം. അതെ, അത് ചന്തയിലല്ല പോകുന്നത്, അത് വഴിയരികിലല്ല നിൽക്കുന്നത്, അത് കഴുതകളെ പോലെ നിന്ന് മേകിയല്ല, പകരം യുദ്ധക്കുതിരയാണോ? സ്തോത്രം. യു ക്യാൻ സീ ദാറ്റ്. അതിന്റെ സ്തോത്രം അവസ്ഥ നോക്ക്. അത് ഇതാ കുതിക്കുകയാണ്. അർത്ഥം നാട്ടുകാർ നിന്നെ കണ്ടിട്ട് പറയട്ടെ, നീ വ്യത്യസ്തനാണ്. നിന്റെ ഡ്രസ്സിംഗ് പോലും വ്യത്യാസമാണ്, നിന്റെ വാക്ക് പോലും വ്യത്യാസമാണ്, നിന്റെ ബോഡി ലാംഗ്വേജ് വ്യത്യാസമാണ്. അപ്പൊ പറഞ്ഞാട്ടെ, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പുറത്ത് ഒരുത്തനുണ്ട്, എൻ്റെ മേൽ ഒരുത്തനുണ്ട്.
പറയുന്നത്, ആരോ എന്നെ കഴുത എന്ന് പറഞ്ഞു കാണാം. നോ, ഞാൻ കഴുതയല്ല, എൻ്റെ മേൽ വേറെ ഒരുവൻ ഉണ്ട്. ഐ ക്യാരി ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ മേലുണ്ട്. ദൈവം ഓരോരുത്തരെ അഭിഷേകം ചെയ്യുന്നതിന് ഓരോ പ്രത്യേകതയുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തട്ടെ. സ്തോത്രം. ദൈവം ഓരോരുത്തരെ അഭിഷേകം ചെയ്യുന്നതിന് ഓരോ കാരണങ്ങളുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിനെ ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ ചക്രവർത്തിയാകുവാൻ മാത്രം ആയിരുന്നില്ല. സ്തോത്രം. ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, ജയൻസിനെ സ്തോത്രം അതെ കൊല്ലുവാൻ. ജയൻസിനെ, അതായത് സ്തോത്രം അതെ മല്ലന്മാരെ കൊല്ലുവാൻ, മല്ലന്മാരെ കൊല്ലാൻ. നിങ്ങൾ ചോദിക്കും, എങ്ങനെയാ മല്ലന്മാരുണ്ടായത്? വീണുപോയ ദൂതന്മാരിൽ ഒരു കൂട്ടം 200ഓളം ദൂതന്മാർ സ്തോത്രം അതെ സ്ത്രീകളുമായി ഇണയില്ല പിണ കൂടിയിട്ട്, സ്ത്രീകളുമായി സ്തോത്രം അതെ രമ്യപ്പെട്ടിട്ട് അന്നിതാ സ്തോത്രം മല്ലന്മാർ ജനിച്ചു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്ന. മല്ലന്മാർ ജനിച്ചു. അത് 1, 2 അല്ല സഹോദരങ്ങളെ, മല്ലന്മാർ ജനിച്ചത് മഹാജലപ്രളയത്തിന് മുമ്പ് സ്തോത്രം ആയിരക്കണക്കിനല്ല, 10,000കണക്കിനല്ല, ലക്ഷക്കണക്കിന് സ്തോത്രം അതേ മല്ലന്മാർ ജനിച്ചു. നോഹയുടെ കാലത്ത് ലക്ഷക്കണക്കിന് മല്ലന്മാർ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രധാനമായി വെള്ളത്താൽ ഞാനിതിനെ നശിപ്പിക്കുമെന്ന് ദൈവം തീരുമാനിച്ചത് മല്ലന്മാർ നിമിത്തം തന്നെയാണ്. പിന്നെയും ഉണ്ടായിരുന്നു ജലപ്രളയത്തിന് ശേഷം അബ്രഹാമിന്റെ കാലത്ത് ഹെബ്രോനിലും പരിസരത്തിലും സ്തോത്രം മല്ലന്മാർ ഉണ്ടായിരുന്നു. ദാവീദ് യെരൂശലേമിലേക്ക് പുറപ്പെടുമ്പോൾ മല്ലന്മാർ ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ കാലത്ത് സ്തോത്രം അതെ ഇന്നത്തെ യെരൂശലേം പട്ടണത്തിന്റെ 4 കോണുകളിലും മല്ലന്മാർ പാർത്തിരുന്നു. സ്തോത്രം. ആ മല്ലന്മാർ ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ സ്തോത്രം എപ്പോഴും പ്രവർത്തിച്ചിരുന്നു. കേക്ക് ഇതുവരെ കേട്ടിട്ടാണ് മല്ലന്മാർ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ തമ്പുരാൻ ഇതാ ഒരു യുദ്ധ കുതിര പോലെ ഒരുവനെ സ്തോത്രം ഇതാ കാട്ടിലെത്ത് ട്രെയിൻ ചെയ്ത്, നാട്ടിൽ മല്ലനെ തകർക്കേണ്ടതിന് വേണ്ടി ദൈവം കാട്ടിലിട്ട് ഒരുവനെ ട്രെയിൻ ചെയ്തു. ഒരു മല്ലനെ തകർക്കാൻ, സ്തോത്രം മല്ലന്മാരെ തകർക്കാൻ കാട്ടിലിട്ട് ദൈവം ഒരുവനെ ട്രെയിൻ ചെയ്ത്. എൻ്റെ വീട്ടിൽ അവനെ കൈക്കൊള്ളാൻ ആരുമില്ല, എൻ്റെ വീട്ടിൽ അവനെ കെയർ ചെയ്യാൻ ആരുമില്ല. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. കേൾക്കണം, നിന്റെ കംഫർട്ട് സോണിൽ നിന്ന് തമ്പുരാൻ നിന്നെ വലിച്ചെടുത്തത് നിന്നെ തൊലയ്ക്കാനല്ല, ആരും ചെയ്യാത്ത ഏതാണ്ട് ഭയങ്കര പരിപാടികൾ നിന്നോട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ. നിന്റെ കംഫർട്ട് സോണിൽ നീ അവിടെ ഇരുന്നിരുന്നെങ്കിൽ ഇതൊരിക്കലും നടക്കത്തില്ലായിരുന്നു. തമ്പുരാൻ നിന്നെ വലിച്ചു പുറത്തെടുത്തത് ആര് കണ്ടിട്ടില്ലാത്ത ഏതോ വലുത് നിന്നിലൂടെ ചെയ്യുവാൻ വേണ്ടിയാ. അവനെ ഇതാ കാട്ടിൽ സ്തോത്രം പറഞ്ഞു വിട്ടു. ആരും മറ്റുള്ളവരുടെ മുമ്പിൽ ആഹാരങ്ങൾ വരുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ ഫ്രണ്ട്സ് വരുമ്പോൾ, മറ്റുള്ള മുമ്പിൽ സ്നേഹിതർ വരുമ്പോൾ ദാവീദിന് മുൻപിൽ മാത്രം ഒരിക്കൽ കരടി വരുന്നു, പിന്നെ സിംഹം വരുന്നു. അവൻ ജീവിക്കുന്നത് വെല്ലുവിളികളിലാണ്. അവൻ ജീവിക്കുന്നത്. ആരോടാ ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്നത്? ആർക്കുള്ള ദൂതാ ഞാൻ പറയുന്നത്? ആരോ ഇന്ന് പകൽ പറയുന്നു, വർഷങ്ങളെ ഞാൻ വെല്ലുവിളികളാണ് ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എന്നും വെല്ലുവിളികളുണ്ട്. വെല്ലുവിളികളാണ് ഞാൻ ജീവിക്കുന്നത്. ഹേ സ്തോത്രം, നിനക്കുള്ള ദൂതാ ഇത് ഞായറാഴ്ച ക്രിസ്ത്യാനിക്കുള്ളതല്ല ഞാൻ പറയുന്നത്. വെല്ലുവിളികൾ ജീവിക്കുന്നവൻ, എന്നും എനിക്കൊരു വെല്ലുവിളി ഉണ്ടെന്ന് പറയുന്നവനുണ്ടെങ്കിൽ മനസ്സിലാക്കണം, മല്ലന്മാരെ പൊളിക്കേണ്ട, ശത്രുവിന്റെ താവളങ്ങളെ തകർക്കേണ്ട എന്തോ ഭയങ്കരമായ നിയോഗം ദൈവം നിന്റെ മേൽ പകരുകയാണ്. വേദപുസ്തകം പറയുന്ന കാലത്തും പല മല്ലന്മാരിൽ ഒരുവനായിരുന്നു സ്തോത്രം ഗോലിയാത്ത്. ഗോലിയാത്തിന്റെ ഉയരം ഈ പന്തലിന്റെ മേൽത്തട്ടിനേക്കാൾ വലിയ ഉയരമായിരുന്നു. സ്തോത്രം. മല്ലനെ തകർക്കുവാൻ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. സ്തോത്രം. അതെ ഉയരമുള്ളവർ പോലും നോക്കിയിട്ട് അയ്യോ എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഉയരം ഇല്ലാത്തതിൻ്റെ ഗതി എന്തായിരിക്കും? അപ്പോൾ നോക്കിയേ സ്തോത്രം. അതെ ഗോലിയാത്തിന്റെ ഉയരം ഈ പന്തലിന്റെ ഉയരത്തെക്കാൾ വലുതായിരുന്നു മല്ലന്മാർ. ഗോലിയാത്ത് സ്തോത്രം. ദാവീദ് തോട്ടിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴേക്കും വേദപുസ്തകം പറയുന്നു 5 കല്ലാണ് അവൻ വലിച്ചെടുത്തത്. വായ്, എന്തുകൊണ്ടു വേണ്ടിയാണ് 5 കല്ലിനെ അവൻ വലിച്ചെടുത്തത്? 2 ശമൂവേൽ 21:22 പറയുന്നു അവന് 4 സഹോദരന്മാർ കൂടെ വേറെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെളിപ്പെട്ടവൻ 1 മാത്രമേ ഉള്ളൂ, പിന്നിൽ 4 കൂടെയുണ്ട്. സാറേ 2 ശമൂവേൽ 21:22 4 സഹോദരന്മാർ കൂടെയുണ്ട്. 4 വീട്ടിൽ ഇരിപ്പുണ്ട്. സ്തോത്രം. 1 ഇപ്പോൾ മുന്നിൽ നിൽപ്പുണ്ട്. 4 വീട്ടിൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ മുന്നിൽ ഒരുത്തൻ വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ പറയും, എനിക്ക് ഇന്ന് മാത്രമല്ല ജയം വേണ്ടിയത്, എനിക്ക് എന്നും ജയം വേണം, എനിക്ക് എപ്പോഴും ജയം വേണം.
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താൽ എല്ലാ സിസ്റ്റത്തെ ഞാൻ മറക്കുകയാണ്. അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം ഡിസ്റ്റർബാണ് സഹോദരങ്ങൾ. ഈ ദൂത് പോകുമ്പോൾ ഞാനിത് പഠിക്കുകയാണ്. ഈ ദിവസങ്ങൾ വളരെ ശക്തമായി ഈ ദൂത് പഠിച്ച് ഞാൻ പ്രാപിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇത് ഭയങ്കര ഡെലിവറൻസായി ലോകരാജ്യങ്ങൾ കൈത്തീരുവാൻ വേണ്ടി പോകുന്നു. ഐ നോ ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ വെരി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വിടുതലിൻ്റെ റെവലേഷനായി തീരുവാൻ വേണ്ടി പോകുകയാണ്. മല്ലന്മാരെ തകർക്കുന്ന അഭിഷേകം. ദാവീദ് പറയും, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ പറയും, ഈ വെളിപ്പെട്ട ഒന്നിൻ്റെ മേൽ മാത്രമല്ല എനിക്ക് വേണ്ടിയത്, എൻ്റെ മുൻപിൽ ഇനി 4 കൂടെ നാളെ വരാൻ വേണ്ടി പോകുന്നു. എനിക്ക് ഇന്ന് മാത്രമല്ല എനിക്ക് ജയം വേണ്ടിയത്, എനിക്ക് നാളെയും ജയം വേണം. എനിക്ക് ഇന്ന് മാത്രമല്ല ജയം വേണ്ടിയത്, എനിക്ക് എന്നും ജയം വേണം, എപ്പോഴും ജയം വേണം. എനിക്ക് എന്നും ജയം വേണം, എനിക്ക് എപ്പോഴും ജയം വേണം. അതിനു വേണ്ടിയാണ് അവൻ 5 കല്ല് വലിച്ചെടുത്തത്. എന്നും ജയം, എപ്പോഴും ജയം എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. വേറെ ആർക്കുമില്ലാത്ത വെല്ലുവിളികൾ നിനക്കുണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത പ്രതിസന്ധികൾ നിനക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ. സ്തോത്രം. അതെ, സാധാ ടാസ്കിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് കഴിയാത്തതായ ഹിമാലയൻ ടാസ്കിന് വേണ്ടി തമ്പുരാൻ നിന്നെ ട്രെയിൻ ചെയ്യുകയാണ്. നീ ഒരു ഷോ ഹോഴ്സ് അല്ല, നീ ഒരു വാർ ഹോഴ്സ് ആണ്. ജീവിതത്തിൽ തന്നെ വേറെ ആർക്കുമില്ലാത്തതായ പ്രതിസന്ധികൾ വന്നിട്ടുള്ളവർ മാത്രമാണ് സ്തോത്രം ഏറ്റവും കൂടുതൽ ഉയർന്നിട്ടുള്ളത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ വന്നിട്ടുള്ളവരാണ് സ്തോത്രം ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അത് ഈവൻ ഭൗതിക തലത്തിൽ പോലും ദൈവകൃപയാൽ ഉയർന്നിട്ടുള്ളത്. ഒരു ഇറ്റാലിയൻ ബോയിയെ കുറിച്ച് പറയട്ടെ. തൻ്റെ പേരാണ് ആൻഡ്രിയ ബൊസീലി. ആൻഡ്രിയ ബൊസീലി എന്ന് പറയുന്നവൻ സ്തോത്രം കാഴ്ചക്കുറവുള്ള ഒരു ചെറുക്കനായിട്ടാണ് ജനിച്ചത്. അവൻ ജനിച്ചപ്പോൾ തന്നെ, അവൻ്റെ അമ്മയുടെ ഗർഭത്തിൽ കിടന്നപ്പോൾ തന്നെ ആൻഡ്രിയ ബൊസീലിയെ കുറിച്ച് സ്തോത്രം ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ കുഞ്ഞ് അംഗവൈകല്യമുള്ള കുട്ടിയായിരിക്കും. ആൻഡ്രിയ ബൊസീലി സ്തോത്രം അംഗവൈകല്യമുള്ള കുട്ടിയാണ്. ഈ കുഞ്ഞ് ജനിച്ചാൽ അംഗവൈകല്യമുള്ളവനാണ്. ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്തോട്ടെ, ഈ കുഞ്ഞിനെ കളഞ്ഞോട്ടെ, അംഗവൈകല്യമുള്ള കുട്ടിയായിരിക്കും. പക്ഷേ സ്തോത്രം മാതാപിതാക്കൾ അതിന് ഒരുക്കമല്ലായിരുന്നു. ആൻഡ്രിയ ബൊസീലി വേറെ ആർക്കുമില്ലാത്തതായ വെല്ലുവിളി സ്തോത്രം അവന് നേരെ ഉണ്ടായിരുന്നു. പാരൻസ് അവനെ അബോർട്ട് ചെയ്യാൻ ഡോക്ടർമാർ പറഞ്ഞു, നോ, അംഗവൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ ഞങ്ങൾ വളർത്തിക്കൊള്ളാം, കുഴപ്പമില്ല. കാഴ്ചക്കുറവുള്ളവനായി അവൻ ജനിച്ചു. സ്തോത്രം 12 വയസ്സായി. ഫുട്ബോൾ കളിച്ചിട്ട് നിൽക്കുമ്പോഴേക്കും ബോൾ ഏതാണ്ട് വശമില്ലാതെ കൊന്നു അവൻ്റെ മുഴുവൻ കാഴ്ചയും നഷ്ടപ്പെട്ടു. പക്ഷേ ജീവിതത്തിൽ പരാജയപ്പെട്ടില്ല. ജീവിതത്തിൽ അവൻ പരാജയം സമ്മതിച്ചല്ല. അവൻ പറഞ്ഞു, നോ, ഞാൻ പാടും. സ്തോത്രം. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നമ്പർ 1 സിംഗറാണ് ആൻഡ്രിയ ബൊസീലി. സ്തോത്രം. അതെ, ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് സിംഗേഴ്സിൽ ഒരാളാണ്. സ്തോത്രം. അതെ, ഗോൾഡൻ ഗ്ലോബ് വരെ കിട്ടിയതായ ആൻഡ്രിയ ബൊസീലി, പല പ്രാവശ്യം അക്കാഡമി അവാർഡ് ഉൾപ്പെടെയുള്ളതായ ഗ്രാമി അവാർഡ്സ് ലഭിച്ചതായ ആൻഡ്രിയ ബൊസീലി ഇന്ന് പകൽക്കാലം ബാക്കി എഴുന്നേറ്റ് നിന്ന് കേൾക്കാം. സ്തോത്രം. അതെ, ചെറുപ്പത്തിലെ നിനക്ക് വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിൽ, ചെറിയ പ്രായത്തിലെ നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ പോരാട്ടം ഉണ്ടായിരുന്നെങ്കിൽ, വേറെയുള്ള എല്ലാവരും സൺഡേ സ്കൂളിൽ സ്തോത്രം അതെ സന്തോഷത്തോടെ വരുമ്പോൾ നിനക്ക് മാത്രം പ്രശ്നം, വേറെയുള്ളവരെല്ലാവരും സ്തോത്രം അതെ സന്തോഷത്തോടെ സ്കൂളിൽ പോകുമ്പോൾ നിനക്ക് മാത്രം ഇന്ന് രോഗം, നിനക്ക് മാത്രം എക്സാമിനേഷന് തൊട്ട് മുമ്പ് സ്തോത്രം ഹോസ്പിറ്റലൈസ് ആകുന്ന, എക്സാമിനേഷന് തൊട്ട് മുമ്പ് നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു, നിനക്ക് മാത്രം സ്തോത്രം പ്രോബ്ലംസ്, നിനക്ക് മാത്രം വെല്ലുവിളി, നിനക്ക് മാത്രം പ്രശ്നം, നിനക്ക് മാത്രം പ്രതിസന്ധി, നിനക്ക് മാത്രം സ്തോത്രം അതെ സ്തോത്രം പരാജയങ്ങളും പ്രതിസന്ധികളും കണ്ണുനീരും തകർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നീ ഒരു ഷോ ഹോഴ്സ് അല്ല, നീ ഒരു വാർ ഹോഴ്സ് ആണ്. ശത്രുവിൻ്റെ പാളയത്തെ തകർത്തെറിയുവാൻ കേട്ടവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വീണുപോയ ദൂതന്മാർ ആത്മമണ്ഡലമാണ് ഞാൻ പറയുന്നത്. വീണുപോയ ദൂതന്മാർ സ്ത്രീകളുമായി സ്തോത്രം അവിഹിതമായി വീഴ്ച ഉണ്ടായിട്ട് അതിൽ ജനിച്ചതായ മല്ലന്മാർ. അബ്രഹാമിൻ്റെ കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നു, മോശയുടെ കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നു, യോശുവയുടെ കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നു. ആ തലമുറകൾ കൊന്നും മല്ലന്മാരെ മാറ്റാൻ പറ്റിയില്ല. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ആർക്കും ആ തലമുറകൾ സ്തോത്രം മല്ലന്മാരെ മാറ്റാൻ പറ്റില്ല. കേൾക്കണേ. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് പറഞ്ഞു, സ്തോത്രം മറ്റാർക്കും കഴിയാത്തത് എനിക്ക് കഴിയും. കാരണം മറ്റാർക്കും ഇല്ലാത്ത പോരാട്ടം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ കോട്ടിൽ കണ്ടിട്ടാണ് ഞാൻ വന്നത്.
ഇന്ന് പകൽ ഏറ്റെടുക്കണം, ഇന്ന് പകൽ ഏറ്റെടുക്കണം, 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 ഏറ്റെടുക്കണം. ചെറുപ്പത്തിലെ ചിലതിനെ ഞെക്കിക്കൊല്ലാൻ പിശാച് നോക്കിയതാണ്. ചെറുപ്പത്തിലെ ചിലതിനെ അതേ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് കൊല്ലാൻ സാത്താൻ നോക്കിയതാണ്. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് കൊല്ലുവാൻ വേണ്ടി നോക്കിയതാണ്. ചെറുപ്പത്തിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറഞ്ഞു, ചെറുപ്പത്തിനെ അംഗവൈകല്യം ഇടുവാൻ സാത്താൻ നോക്കിയതാണ്. യേശുവിന്റെ നാമത്തിൽ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളി പോലെ, തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളി പോലെ, തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊല്ലി പോലെ, സ്തോത്രം, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത്, തീയിൽ നിന്ന് വലിച്ചെടുത്ത് പലതിനെ കർത്താവ് ഈ ദിവസങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്നു എങ്കിൽ ദൈവം പറയുന്നു, പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഭയങ്കര ഒരു ഉദ്ദേശമുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. കമോൺ, വായ് തുറന്ന്, വായ് തുറന്ന്, വായ് തുറന്ന്, വായ് തുറന്ന്, വായ് തുറന്ന്, വായ് തുറന്ന് ദൈവത്തെ സ്തുതിച്ചേ. കമോൺ, യേശുവിന്റെ രക്തത്താൽ ജയം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പലതിനെ നിനക്ക് ഓവർടേക്ക് ചെയ്യാനുണ്ട്. വെള്ളയായി, സ്തോത്രം, അതേ കറുപ്പായി, മഞ്ഞയായി, പലതിനെ നിനക്ക് ഓവർടേക്ക് ചെയ്യാനുണ്ട്. പലതിനെ നിനക്ക് മുന്നേറുവാനുണ്ട്. പലതിനെ നിനക്ക് മുന്നേറുവാനുണ്ട്. എല്ലാവരും വായു തുറന്ന് ആരാധിച്ച് നാട്ടെ. ദിസ് ഈസ് നോട്ട് എ ഡ്രാമ സ്റ്റേജ്. സ്തോത്രം, ദൈവത്തെ ആരാധിപ്പാനായി വന്ന എല്ലാവരും കണ്ണുകൾ അടച്ച അധരങ്ങളെ തുറന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ച് നിന്നാട്ടെ. നിന്റെ മൊമെന്റം വർദ്ധിക്കുകയാണ്, നിന്റെ വേഗത വർദ്ധിക്കുകയാണ്, നിന്റെ വേഗത ഇന്ന് പകൽ വർദ്ധിക്കുകയാണ്. ഒരു പുതിയ 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 ഇന്ധനം ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ ഇടുകയാണ്. ശത്രുവിന്റെ പാളയത്തെ തകർത്തെറിയുന്ന ഒരു ചുഴലിക്കാറ്റായി ദൈവം നിന്നെ തീർക്കുവാൻ വേണ്ടി പോകുകയാണ്. നിന്നെ തടയുവാൻ ഇന്ന് പകൽ മുതൽ ആർക്കും കഴിയത്തില്ല. നിന്നെ തടയുവാൻ ഇന്ന് പകൽ മുതൽ ആർക്കും കഴിയത്തില്ല. ഒരു നിരാശയ്ക്ക്, ഒരു പ്രതിസന്ധിക്ക്, ഒരു കണ്ണുനീരിന്, ഒരു ശത്രുവിന് നിന്നെ തടയുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവം നിനക്കൊരു അപ്ഗ്രഡേഷൻ നൽകിയാണ്. അപ്ഗ്രഡേഷൻ നൽകിയാണ്. പല അച്ചീവ്മെന്റ്സ് നിനക്കുണ്ടായി കാണും. മേ ബി യു ആർ എ ഗാലബ് ഹോഴ്സ്, പക്ഷേ ടുഡേ ഓൺവേഴ്സ് നിന്റെ ഡെസ്റ്റിനി മാറുകയാണ്. ഇതുവരെ നീ പല പല അച്ചീവ്മെന്റ്സിന് വേണ്ടി പോയെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ഒരു വാർ ഹോഴ്സ് ആക്കി നിന്റെ ഒരു അപ്ഗ്രഡേഷൻ ഇന്ന് പകൽ കർത്താവ് നൽകിയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മുന്നേറ്റം, 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 മുന്നേറ്റം. ഈ ദൈവജനത്തിൽ മുന്നേറ്റം. ഹൗ ടു ഫേസ് ടുമോറോ, ഹൗ ടു ഫേസ് ടുമോറോ, ഹൗ ടു ഫേസ് ടുമോറോ, ഹൗ ടു ഫേസ് ടുമോറോ, ഹൗ ടു ഫേസ് ടുമോറോ. നാളെ നിനക്ക് ജയമുണ്ട്. നിന്നെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. വേദികളിലേക്ക് നീ ഓടിക്കയറുകയാണ്. ജയപീഠങ്ങളിലേക്ക് നീ ഓടിക്കയറുകയാണ്. അത് കണ്ടാരാധിച്ചോട്ടെ, അത് കണ്ടാരാധിച്ചോട്ടെ, അത് കണ്ട് അന്യഭാഷ പറഞ്ഞോട്ടെ, അത് കണ്ട് കരങ്ങളെ അടിച്ചോട്ടെ, അത് കണ്ട് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചോട്ടെ. കമോൺ, പ്രസംഗം കഴിഞ്ഞു. ഇനി നീയായി പരിശുദ്ധാത്മാവായി. അതിന് എതിർത്ത് നിൽക്കുന്ന സകല ഇരുട്ടിന്റെ ശക്തികൾ വിട്ടുപോകട്ടെ. എല്ലാ കറുപ്പിന്റെ ശക്തികൾ വിട്ടുപോകട്ടെ. എല്ലാ വെള്ള പോലെയുള്ള വെളിച്ചാത്മാവിന്റെ, ദുരാത്മാവിന്റെ ശക്തികൾ വിട്ടുപോകട്ടെ. കമോൺ, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. Holy Spirit, take control. Holy Spirit, take control. Holy Spirit, take control. ദൈവത്തിന്റെ ആത്മാവേ ചലിക്കണമേ, 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 ചലിക്കണമേ. പരിശുദ്ധാത്മാവേ ചലിക്കണമേ. കരങ്ങളെ അടിക്കണവരുടെ ശക്തിയോടെ കരങ്ങളെ അടിച്ച് ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽ എത്ര പേർ പറയുന്നു, യെസ് യെസ് യെസ്, എനിക്കൊരു അപ്ഗ്രഡേഷൻ വേണം, എനിക്കൊരു ഉയർച്ച വേണം. ആ കേട്ട ദൂതന്റെ മുൻപിൽ ഞാനൊരു ഷോ ഹോഴ്സ് അല്ല, ഞാനൊരു വാർ ഹോഴ്സ് ആണ്. ഞാൻ യുദ്ധ കുതിര പോലെ എൻ്റെ തമ്പുരാന് വേണ്ടി ഓടണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ആ കരങ്ങൾ ഉയർത്ത മുഴുവൻ കോൺഗ്രിഗേഷനും മുന്നിലേക്ക് ഓടി വന്നാട്ടെ. 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിച്ച് ഈ സെഷൻ നിർത്തുവാൻ വേണ്ടി പോകുന്നു. വേഗത്തിൽ മുന്നിലേക്ക് വന്നാട്ടെ. താങ്ക് യു ജീസസ്. ഇന്ന് പകൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അങ്ങ് ഞങ്ങളിൽ പകരുന്നതിനായി സ്തോത്രം. കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കാമോ? യേശുവിന്റെ നാമത്തിൽ നിന്റെ മുൻപിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പലത്, നിന്നെ മുന്നിൽ തടഞ്ഞ് 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 മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പലത്
നിന്നെ മുന്നോട്ട് വിടാതെ ഇടർച്ച കല്ലുകളായി മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പലതിനെ തള്ളി മാറ്റി മുന്നോട്ട് ഓടേണ്ടതിൻ്റെ ഒരാത്മാ സാന്നിധ്യം, ആത്മപകർച്ച ഇതാ നിന്റെ മേൽ സ്വർഗം അയക്കുകയാണ്. റിസീവ് ദാറ്റ് റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം. പ്രാപിച്ചേ. യെസ് യെസ് യെസ്. എല്ലാ കണ്ണുകൾ അടച്ച് ആ ബിസിനസ്സിനൊരു മുന്നേറ്റം, ആ എസ്റ്റാബ്ലിഷ്മെന്റിന് മുന്നേറ്റം, തടയുന്ന അന്ധകാര ശക്തിയെ നിന്റെ സമയം കഴിഞ്ഞു, നിന്റെ കാലം കഴിഞ്ഞു, നിന്റെ ദിവസം കഴിഞ്ഞു. തടയുന്ന പിശാച്, നിന്റെ സമയം കഴിഞ്ഞു. ഐ റെക്കഗ്നൈസ് യു എനിമി ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്നെ ഞങ്ങൾ വിവേചിച്ചു കഴിഞ്ഞു. തടയുന്ന പിശാചെ നിന്നെ ഞങ്ങൾ വിവേചിച്ചു കഴിഞ്ഞു. തടയുന്ന പിശാചെ ആ തടസ്സത്തെ ഞങ്ങൾ വിവേചിച്ചു കഴിഞ്ഞു. ഇന്ന് പകൽ കണ്ടുപോകാനല്ല ഈ രണ്ടാം സ്തോത്രം ദിവസം, ഉപവാസത്തിന്റെ രണ്ടാം ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് നിൽക്കുന്നത് നിന്നെ കണ്ടുപോകാനല്ല, നിന്നെ തകർത്ത് മാറ്റാനാണ്. എല്ലാ തടസ്സങ്ങളെ ഉടച്ചുകള ദൈവജനമേ. അതിന്റെ അധികാരം നിനക്കുണ്ട്. Come on, use your authority. Use your authority. In Jesus' name we agree together. ഞങ്ങൾ ഒരുമിച്ച് ഐകമത്യപ്പെടുന്നു. ആ ഇടർച്ചകളെ, ആ തടസ്സങ്ങളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ശാസിക്കുന്നു. Yes, 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 yes. നിറയ്ക്കും. തൊടും. തടസ്സങ്ങൾ മാറട്ടെ. കുടുംബങ്ങളിൽ തടസ്സങ്ങൾ മാറട്ടെ. ഭാവികളിൽ നിന്ന് തടസ്സങ്ങൾ മാറട്ടെ. വിദ്യാഭ്യാസത്തിൽ നിന്ന് തടസ്സങ്ങൾ മാറട്ടെ. വായു തുറന്ന് അന്യഭാഷ പറഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിലെ ദൈവങ്ങളെ നിറയ്ക്കുക. അന്യഭാഷകളിൽ എല്ലാവരും സംസാരിച്ചാണ്. വിശ്വാസത്താൽ അന്യഭാഷകൾ സംസാരിച്ചാട്ടെ. റിസീവ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Jesus, 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 Jesus. ആർക്കും അറിയാത്ത രഹസ്യ പോരാട്ടങ്ങൾ, രഹസ്യ കണ്ണുനീരുകൾ, രഹസ്യത്തിൻ്റെ നിലവിളികൾ, ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രതിസന്ധികൾ, പറഞ്ഞാൽ വിശ്വസിക്കാത്ത പോരുകൾ, പറഞ്ഞാൽ വിശ്വസിക്കാത്ത തകർച്ചകൾ, വേദനകൾ, പിടയ്ക്കുന്ന അനുഭവങ്ങൾ, കണ്ടതായ എല്ലാം ഇന്ന് സന്ധ്യാസമയത്ത് ഈ രാത്രിയിൽ വാർ ഹോഴ്സസ് ഇന്ത്യൻ ചർച്ചിൽ വാർ ഹോഴ്സസ് ചിനയ്ക്കുന്ന ശബ്ദങ്ങൾ കേൾക്കട്ടെ. യുദ്ധ കുതിരകൾ ചിനയ്ക്കുന്ന ശബ്ദം കേട്ട് ശത്രുവിന്റെ പാളയ്ക്ക് കിടുകിട വിറയ്ക്കട്ടെ. ഒരു മിനിറ്റ് കൂടെ എല്ലാവരും വായി തുറന്ന് അന്യഭാഷ പറഞ്ഞാട്ടെ. നിങ്ങൾ കൈയടിക്കുന്നത് നിർത്തിയാലും നോ പ്രോബ്ലം. അന്യഭാഷ കുറയല്ല. ശബ്ദം ഉയർത്തി. അതാണ് വിടുതൽ. നിങ്ങളുടെ ശബ്ദം ഉയരണം. അതാണ് വിടുതൽ. നിങ്ങളുടെ കൈയടിക്കുന്ന സ്വരമല്ല, നിങ്ങളുടെ ശബ്ദം ഉയരണം. അതാണ് വിടുതൽ. കൈയടിക്കുന്ന സ്വരമല്ല, നിങ്ങളുടെ ശബ്ദം ഉയരണം. യേശുവിന്റെ നാമത്തിൽ ഇതൊരു ഹൈ ലെവൽ ബാറ്റിലിന്റെ പ്രിപ്പറേഷൻ ആണ്. ഇതൊരു ഹൈ ലെവൽ ബാറ്റിൽ പ്രിപ്പറേഷൻ ആണ്. കമോൺ, ശബ്ദം ഉയർത്തി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ,
യേശുവിന്റെ നാമത്തിൽ ശത്രു പൂട്ടിയിട്ടിരിക്കുന്ന അതെല്ലാം പുറത്തിറങ്ങട്ടെ. സാത്താൻ പൂട്ടിയിട്ടിരിക്കുന്ന മകനും മകളും പുറത്തിറങ്ങട്ടെ. ശത്രു പൂട്ടിയിട്ടിരിക്കുന്ന സമ്പത്ത് പുറത്തിറങ്ങട്ടെ. ശത്രു പൂട്ടിയിട്ടിരിക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റുകൾ പുറത്തിറങ്ങട്ടെ. വിട്ടുതരത്തിൽ എന്ന് പറയുന്ന സ്വത്തുക്കൾ പുറത്തിറങ്ങട്ടെ. ശത്രു പൂട്ടിയിട്ടിരിക്കുന്ന സകലതര പൂട്ടുകൾ തെറിക്കട്ടെ. പ്രോപ്പർട്ടികൾ സ്വതന്ത്രമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇതാ ശത്രുവിന്റെ പാളയത്തിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുക. യുദ്ധ കുതിരകൾ കുതിക്കുക. ശത്രു പൂട്ടിയിട്ടിരിക്കുന്ന സകലതര സ്വതന്ത്രമാക്കാൻ യുദ്ധ കുതിരകൾ ഇതാ കുതിക്കുക. ഞങ്ങളുടെ മേൽ ഒരുവനുണ്ട്. ഞങ്ങളുടെ മേൽ ഒരുവനുണ്ട്. ഒറ്റയ്ക്കല്ല നീ പോകുന്നേ. ആഹാ 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 ഏറ്റെടുക്ക. കമാൺ കമാൺ കമാൺ. ഒറ്റയ്ക്കല്ല, യുദ്ധം നിന്റെതല്ല. ശത്രു പൂട്ടിയിട്ടിരിക്കുന്ന സകലത യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാല സ്വതന്ത്രമാകട്ടെ. പിശാച് പൂട്ടിയിട്ടിരിക്കുന്ന സകലതും യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. വാതോർന്ന് പറ. എന്തൊക്കെയാ? ഫ്രീഡം ഇൻ ജീസസ് നെയിം. ആരോഗ്യത്തിൽ ഫ്രീഡം, സമ്പത്തിൽ ഫ്രീഡം, ജീവിതത്തിൽ ഫ്രീഡം. യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം സംഭവിക്കട്ടെ. Giant killer. David became a giant killer. ദാവീദ് മല്ലന്മാരെ കൊല്ലുന്നവരായിരുന്നു. അബ്രഹാമിന് അവയെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. മോശയ്ക്ക് കൊല്ലുവാൻ കഴിഞ്ഞില്ല. യോശുവയ്ക്ക് നീക്കാനേ പറ്റിയല്ലോ, കൊല്ലാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പകൽ മല്ലന്മാർ ഭൂമിയിലില്ല. ദാവീദ് അവരെ മുഴുവൻ കൊന്നുകളഞ്ഞു. അതിന്റെ പേരാണ് അഭിഷേകം. വെള്ളപ്പൊക്കത്തിന് കൊല്ലാൻ പറ്റാത്തത് വെള്ളപ്പൊക്കത്തിന് ചെയ്യാൻ കഴിയാത്തത് അഭിഷേകത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ആർക്കെല്ലാം ഉണ്ടോ അഭിഷേകം? വെള്ളപ്പൊക്കത്തിന് ചെയ്യാൻ കഴിയാത്തത് നിന്നിലുള്ള അഭിഷേകത്തിന് ചെയ്യാൻ പറ്റുമെന്ന്. ഡോക്ടർമാർക്ക് ചെയ്യാൻ കഴിയാത്ത അത് അഭിഷേകത്തിന് ചെയ്യാൻ പറ്റും. അഭിഷേകത്തിന് ചെയ്യാൻ പറ്റും. തെളിയിക്കും കർത്താവേ. ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല ഇന്ന്. തെളിയിക്കും. ഈ സന്ധ്യാസമയത്ത് വി വെയിറ്റ് ഫോർ യു. എൻ്റെ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. വി വെയിറ്റ് ഫോർ യു. ദൈവസഭയെ നാളേക്ക് വേണ്ടി ഒരുക്കിയാട്ടെ. ദൈവസഭയെ ഭാവിയിലേക്ക് വേണ്ടി ഒരുക്കിയാട്ടെ. ദൈവസഭയെ ഒരുക്കിയാട്ടെ. ഈ കുഞ്ഞുങ്ങളെ ഭാവിയിലേക്ക് വേണ്ടി ഒരുക്കിയാട്ടെ. അടുത്ത നാളുകൾ, അടുത്ത തലമുറ എന്തോ വെല്ലുവിളി വന്നാലും അതിനെ മുട്ടുമടക്കി തകർത്ത് മാറ്റാൻ, എന്തോ വെല്ലുവിളി വന്നാൽ അതിനെ പൊടിച്ച് പൊടിയാകാൻ ദൈവത്തിന്റെ അഭിഷേകത്താൽ ഇവരെ ഒരുക്കിയാണ്. കാലാളുകളോട് ഓടി നീ തളർന്നു പോയാൽ, യെരമ്യാ 21:15, കുതിരകളോട് നീ എങ്ങനെ മത്സരിച്ചോട്. നിന്നോട് മത്സരിക്കുന്ന കുതിരയുണ്ടെന്ന്, നിന്നോട് മത്സരിക്കുന്ന ഈവിൾ കുതിരയുണ്ടെന്ന്. അന്തിക്രിസ്തുവിൻ്റെ കുതിരയുണ്ട്, ലോകത്തിൻ്റെ കുതിരയുണ്ട്, സൈറ്റാനിക് മണ്ഡലം, സാത്താന്യ മണ്ഡലങ്ങളിലെ കുതിരകളുണ്ട്, പീഡയുടെ കുതിരകളുണ്ട്. എന്നാൽ സാത്താൻ ഏത് രൂപത്തിൽ വന്നാലും, ഏത് നിറത്തിൽ വന്നാലും, ഏത് തരത്തിൽ വന്നാലും യുദ്ധക്കുതിരകൾ മാത്രം അതിന് ജയിക്കും. യുദ്ധക്കുതിരകൾ മാത്രം ജയിക്കും. എല്ലാവരും സ്തോത്രം പറഞ്ഞേ. മരണത്തിൽ നിന്ന് പോലും നീക്കുപോക്ക് പ്രാപിച്ച് അത്ഭുത സാക്ഷ്യങ്ങളായി ചിലത് പുറത്തു വരുന്ന കാഴ്ചകൾ ഇന്ന് പകൽ ദൈവാത്മാവ് കാണിക്കുന്നു. റിസീവ് ദാറ്റ്.
ആക്സിഡന്റിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, ശത്രുതകളിൽ നിന്ന്, ഗുണ്ട ആക്രമണങ്ങളിൽ നിന്ന് ഒക്കെ അത്ഭുത വിടുതൽ പ്രാപിച്ചു നിർഭയം വസിക്കുന്ന ഒരു അനുഭവം യേശുവിന്റെ നാമത്തിൽ. എന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചിലരെ ഭയക്കാൻ പോവാ. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അന്ധകാര മണ്ഡലങ്ങൾ ഭയക്കാൻ പോവാ യേശുവിൻ്റെ നാമത്തിൽ. ഇന്നിപ്പോൾ ആരും ഭയപ്പെടുത്തുന്ന, ഇന്ന് രാത്രി മുതൽ ആരും ഭയപ്പെടുന്ന സ്വപ്നങ്ങളെ അല്ല കാണുന്നത്. കുതിര എന്നെ ഓടിക്കുന്നതല്ല കാണുന്നത്. ജയത്തിൻ്റെ കുതിരകളായി അഗ്നി അശ്വങ്ങൾ, അഗ്നി രഥങ്ങൾ, അഗ്നി അശ്വങ്ങൾ. ബാക്കി എല്ലാതിൻ്റെ 7 അയലത്ത് വന്ന കത്തിപ്പോകും, ചാമ്പലായി പോകും. കമോൺ. ബാക്കിയെല്ലാം കത്തിപ്പോകും, ബാക്കിയെല്ലാം ചാരമായി പോകും. എല്ലാം കത്തിപ്പോകട്ടെ. ദൈവത്തിൽ നിന്നല്ലാത്ത എല്ലാ ഭയവും കത്തിപ്പോകട്ടെ. എല്ലാ ഭീരുത്വം മാറിപ്പോകട്ടെ. എല്ലാ ഉത്കണ്ഠകൾ മാറിപ്പോകട്ടെ. എല്ലാ ദുരാഗ്രഹങ്ങൾ മാറിപ്പോകട്ടെ. നീ നശിക്കണമെന്നുള്ള ദുരാഗ്രഹങ്ങൾ കത്തിപ്പോവുക. ഞാൻ തകരണമെന്നുള്ള ദുരാഗ്രഹങ്ങൾ, നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്നുള്ള ദുരാഗ്രഹങ്ങൾ, നീ മുട്ടുമടക്കുമെന്നുള്ള ദുരാഗ്രഹങ്ങൾ, ഇത് പകൽക്കാല കർത്താവ് അതെല്ലാം മായ്ച്ചു കളയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കുതിരകൾ അതിന് മീതെ കുതിക്കുകയാണ്. അഗ്നി അശ്വങ്ങൾ ഇറങ്ങി വന്നു. എന്നാ റോഡിലൂടെയാണോ വന്നേ? ഏലിയാവിനെ ദൈവം ചുഴലിക്കാറ്റ് എടുക്കുമ്പോൾ അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും റോഡിലൂടെയാണോ വന്നേനോ? പറക്കുന്ന കുതിരകൾ. നിങ്ങൾ കേട്ടോ ദൈവമക്കളെ? പറക്കുന്ന കുതിരകൾ, ദാറ്റ് മീൻസ് സ്വർഗീയ കുതിരകൾ. അർത്ഥം നിനക്ക് മുന്നേറാൻ ഇനി റോഡ് പോലും വേണ്ടെന്ന്. ഒരു ഭൗതിക മുഖാന്തരവും നിന്നെ ലിമിറ്റ് ചെയ്തില്ല. Breaking every limitations. Breaking every limitations. Breaking every limitation. യേശുവിൻ്റെ നാമത്തിൽ ഒന്നെന്നെ ലിമിറ്റ് ചെയ്യത്തില്ല. അതില്ല, ഇതില്ല, അവരില്ല. നോ വേ. ഞാൻ അൺലിമിറ്റഡ് ക്ലബിലാണ് ചേർന്നിരിക്കുന്നത്. കർത്താവ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് നിന്നെ ലിമിറ്റ് ചെയ്യാൻ ഇനി ആർക്കും കഴിയത്തില്ല. Come on, പ്രാപിക്ക. അയ്യോ കേട്ടിരിക്കുന്ന കൊച്ചുമക്കൾ എന്തിയേ? പ്രാപിക്ക. Come on, touch them now. In Jesus' name. Yes, fullness. നീ സഭയാം തോട്ടത്തിൽ പകൽക്കാലം ഒരു കുറ്റിച്ചെടിയല്ല. ഞാൻ പറയുന്ന ഒരു സിംഗിൾ കോൺഗ്രിഗേഷൻ അല്ല. ഞാൻ പറയുന്നത് ഇൻവിസിബിൾ ചർച്ച് ഓഫ് ഗോഡ് throughout the world in this generation. No more you are going to be a bushy plant. No more you are going to be a bonsai. സ്തോത്രം. നീ ഒരു കുറ്റിച്ചെടിയല്ല, പകരം നീ ഒരു വാടുവൃക്ഷമായി തീരാൻ പോവാ. കോൺഗ്രിഗേഷൻ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം. ഈ കോൺഗ്രിഗേഷൻ പ്രസിദ്ധമാകാൻ പോവാ. ഈ കോൺഗ്രിഗേഷൻ ഭയങ്കരമായിട്ട് പ്രസിദ്ധമാകാൻ പോവാ. നിന്റെ കാട്ടിൽ നിന്ന് തമ്പുരാൻ നിന്നെ പുറത്തെടുക്കുക. നിനക്കിനി ഒരു യുദ്ധം കൂടെയുണ്ട്, ഒരു പ്രസിദ്ധമായ യുദ്ധം. അതിന് ഇന്ന് പകലെ എൻ്റെ ദൈവം ജയം കൽപ്പിച്ചിരിക്കുക. ഇപ്പോഴേ അതിൻ്റെ ജയം കൽപ്പിച്ചിരിക്കുക.
ശത്രുവിൻ്റെ തലയുമായി നീ നടക്കുന്നത് നാട് മുഴുവൻ കാണും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴേ നിനക്ക് ജയം കൽപ്പിച്ചിരിക്കുക. ഇപ്പോഴേ ജയം കൽപ്പിച്ചിരിക്കുക. ഇപ്പോഴേ ജയം കൽപ്പിച്ചിരിക്കുക. നീ പ്രാർത്ഥിച്ച വിഷയത്തിന്, നീ ഉപവസിച്ച വിഷയത്തിന് ഈ 14-ാം പകൽ ഇപ്പോഴേ വിജയം വന്നു കഴിഞ്ഞിരിക്കുക. ഓ, ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ, ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ, ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ, ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. അടുത്ത ദിവസങ്ങളുള്ളത് എക്സ്ട്രായാ, എക്സ്ട്രാ 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 എക്സ്ട്രാ. പരസ്യ ജയം, പരസ്യ ജയം, പരസ്യ ജയം. റഫ് ആൻഡ് ടഫ്. സ്തോത്രം. ശിവന്റെ നാമത്തിൽ പരസ്യ ജയം. ജീസസ്. ദൈവകൃപയ്ക്കാണ്, ദൈവസാന്നിധ്യത്തിനാണ്, ദൈവകൃപയ്ക്കാണ്, ദൈവബലത്തിനാണ്, കരുതലിനാണ്. Come on. Come on. Come on. Come on. ശിവന്റെ നാമത്തിൽ ചിലരെല്ലാം നദിയിൽ നീന്തിയ, ദൈവാത്മാവെന്ന നദിയിൽ പലരെല്ലാം നീന്തിയ, പലരെല്ലാം മുങ്ങി താഴുകയാ. Come on. Come on. ഏൽപ്പിച്ച് ഏൽപ്പിച്ച് ഏൽപ്പിച്ച്. പ്രസംഗവും ശുശ്രൂഷയും കഴിഞ്ഞു. ഇനി നിങ്ങളും പരിശുദ്ധാത്മാ മാത്രം. Come on. ശബ്ദമുയർത്തി. നിങ്ങളെ നിയന്ത്രിക്കാൻ ആരും കാണത്തില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവ്, നീയും പരിശുദ്ധാത്മാവ്, നീയും പരിശുദ്ധാത്മാവ്. ടഫ് 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 കോമ്പറ്റീഷൻ, ടഫ് കോമ്പറ്റീഷൻ പോലെ ഭയങ്കര മത്സരങ്ങൾ, ഭയങ്കര പ്രശ്നങ്ങൾ, ഭയങ്കര നിലവിളികൾ. നിന്റെ ഭർത്താവിന് പോലും അറിയത്തില്ല നിനക്കറിയാവുന്ന, നിന്റെ ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല, നിന്റെ പ്രിയപ്പെട്ടവർക്ക് അറിയത്തില്ല. ടഫ് ടഫ്, ജീവിതത്തിന്റെ ഏറ്റവും വലിയ ടഫ്നെസ് കണ്ടവർ, ടഫ്നെസ് ടഫ്നെസ് കണ്ടവരെല്ലാം എല്ലാം എല്ലാം വാടുവൃക്ഷങ്ങളാകാം. ആയിരങ്ങൾ ആയിരങ്ങൾ ആയിരങ്ങൾ. അതിൽ ചില ബ്ലാക്സ് ഉണ്ട്, അതിൽ ചില വൈറ്റ്സ് ഉണ്ട്, അതിൽ ചില സ്പാനിഷ് ഉണ്ട്, അതിൽ ചില പോർട്ടുഗോ, അതിൽ ചില പോർച്ചുഗീസ് ഉണ്ട്, അതിൽ ചില ആഫ്രിക്കൻസ് ഉണ്ട്. ഇൻ ജീസസ് നെയിം, വാർ ഹോഴ്സ്